ഹലോ ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന അവയർനെസ് സെഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സൈക്കോളജി, കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ഓരോ ദിവസവും സൗജന്യ വെബിനാറുകൾ നമ്മൾ നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ April 2 ഓട്ടിസം അവയർനെസ് ഡേ ആണ്. വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഓട്ടിസം അവയർനെസ് സെഷൻ സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇന്ന് നമ്മൾ കൂടിയിട്ടുള്ളത്. എന്താണ് ഓട്ടിസം എന്നും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നേരത്തെ ഓട്ടിസവുമായി ബന്ധപ്പെട്ട് സെഷനുകൾ എടുക്കുകയും അതോടൊപ്പം തന്നെ വിംബിൾ അക്കാദമിയിൽ ഓട്ടിസം മാനേജ്മെന്റ് കോഴ്സ് ലീഡ് ചെയ്യുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ടുള്ള RCI ലൈസൻസ്ഡ് ഫാക്കൽറ്റി ആയിട്ടുള്ള ഷഫീദ മാം ആണ് ഇവിടെ നമ്മളോട് സംവദിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. മാം മലപ്പുറം കാളികാവ് അവിടെയാണ് സ്വദേശം. അവിടെ തന്നെയുള്ളൊരു ബഡ്സ് സ്കൂളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ADHD മാനേജ്മെന്റ് എന്നുള്ള ഒരു കോഴ്സ് കൂടി മാമിൻ്റെ കീഴിലായിട്ട് അടുത്ത മാസത്തോടെ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടിസവുമായി ബന്ധപ്പെട്ട് ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ ഈ ഒരു സെഷന്റെ ഉദ്ദേശം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ ഒരു സെഷനെ കേൾക്കാനും അത് പഠിക്കാനും ഒക്കെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ പാർട്ടിസിപ്പൻസിനും വളരെ സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. ഈ ഒരു സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനിയായിട്ടുള്ള ഫാക്കൽറ്റി ഷഫീദ മാമിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഷഫീദ മാം, പ്ലീസ്. താങ്ക് യു സർ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ്, ഓഡിബിൾ ആണ്. ചെറിയൊരു ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. പേരൊന്നും ഇനി പറയുന്നില്ല സർ, ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി കഴിഞ്ഞു. നോക്കുള്ളവരൊക്കെ നമുക്ക് തുറന്നതിന്റെ ഒരു ആലസ്യത്തിൽ ഇരിക്കുകയായിരിക്കും. എന്തായാലും എനിക്ക് ഉറക്കാനൊന്നും ഉദ്ദേശമില്ല. മകളാരും ഉറങ്ങി പോകണ്ടെന്നാണ്. കാരണം സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സെഷൻസ് ഒക്കെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും അല്ലെ? അങ്ങനെ പക്ഷെ നിങ്ങൾ അതിനോട് താല്പര്യം ഉള്ളത് കൊണ്ടാണല്ലോ വന്നത്. സന്തോഷമുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇത്തരം അധികരിക്കപ്പെട്ട ആൾക്കാരെ കുറിച്ചൊന്നും പഠിക്കാനോ അറിയാനോ അന്വേഷിക്കാനോ ഒന്നും പൊതുവെ സമൂഹം അങ്ങനെ താല്പര്യം കാണിക്കാറില്ല. എന്നിട്ടും അതിനകത്ത് താല്പര്യം കാണിച്ചു വരുന്നു പറയുമ്പോൾ എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും, പ്രത്യേകിച്ചും ഈ നോമ്പാണ്, റംസാനാണ്. നമ്മളെ നോമ്പ് തുറന്നൊക്കെ ക്ഷീണത്തിലൊക്കെ ഇരിക്കുകയാണ് അല്ലെ? പല നോമ്പുള്ളവരൊക്കെ. എന്നിരുന്നാൽ പോലും ഒരുപാട് പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് അലോട്ട്. സർ പറഞ്ഞതുപോലെ April 2 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആണ്. 2007 ആദ്യമായിട്ട് UN ജനറൽ അസംബ്ലിയിൽ ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കുന്നത്. അതിനുശേഷം 2008 മുതൽ ആണ് ആദ്യമായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഓട്ടിസം ഡേ ആയിട്ട് ആചരിച്ചു വരുന്നത്. അപ്പൊ ആ ഒരു ദിവസം എന്തിനങ്ങനെ ആചരിക്കുന്നത് ചോദിച്ചാൽ ഓട്ടിസത്തെ കുറിച്ചുള്ള ഒരു അവയർനെസ് വേൾഡ് വൈഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഓട്ടിസം ഉള്ള ആളുകളെ അക്സെപ്റ്റ് ചെയ്യാം, ഓട്ടിസം ഉള്ളവരെയും അവരുടെ ഫാമിലിയെയും ഒക്കെ അക്സെപ്റ്റ് ചെയ്യാം, അവരെ സപ്പോർട്ട് ചെയ്യാം, നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ അവരെ പ്രൊമോട്ട് ചെയ്യാം, അവരെ മുഖ്യധാരയിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ദിവസം കൊണ്ട് ആചരിക്കുന്നതിന് പിന്നിലുള്ള ഒരു മഹത്തായ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ഒരു ദിവസം April 2 വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കുകളിലും ബ്ലൂ ലൈറ്റ് തെളിയിക്കും. അത് ഓട്ടിസത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്ലൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളർ ഓഫ് കാംനെസ്, ട്രസ്റ്റ് ആൻഡ് സപ്പോർട്ടിങ്. അതുകൊണ്ടാണ് ബ്ലൂ കളർ ഓട്ടിസത്തിന്റെ ഒരു കളറായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. എല്ലാ ലാൻഡ്മാർക്കുകളിലും, വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ ലാൻഡ്മാർക്കുകളും, ഇപ്പൊ ബുർജ് ഖലീഫ പോലുള്ള അങ്ങനെയുള്ള പ്ലേസുകളിലൊക്കെ ആ ഒരു ദിവസം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവരോട് ഐക്യദാർഢ്യം അറിയിക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ കളറ് പ്രകാശിപ്പിക്കും.
അപ്പൊ എന്തിനാണ് ഇങ്ങനെ നമ്മൾ ഇത്രയൊക്കെ ആചരിക്കേണ്ടതുണ്ടോ? ഓട്ടിസം ഡേ അങ്ങനെ നമ്മൾ ഓർക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അരികുവൽക്കരിക്കപ്പെട്ടതാണ്. പക്ഷെ കുറച്ചു മുമ്പൊക്കെ പറയുവാണെങ്കിൽ അവര് വളരെ എണ്ണത്തിൽ ചുരുക്കമായിരുന്നു. എന്നാൽ ഇപ്പൊ നമ്മൾ കണക്കുകൾ പരിശോധിക്കുവാണെങ്കിൽ 1992, 2002 കാലഘട്ടത്തിൽ CDC-യുടെ ഒരു കണക്ക് പ്രകാരം 1991, 92, 2002 ആ ഒരു കാലഘട്ടത്തില് 150 ഒരാൾക്കായിരുന്നു ഓട്ടിസം ഉണ്ടായിരുന്നു. 2010 ആയപ്പോഴത്തേക്കും അത് 44 ഒരാൾക്ക് ഓട്ടിസം ഉള്ളതായിട്ട് കാണാൻ കഴിയും. ഇപ്പോ നമ്മൾ 2025 ഇരിക്കുമ്പോ 36 പേരിൽ ഒരാൾക്ക് ഓട്ടിസം ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു വർധനവില് എത്രമാത്രമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ചുറ്റുമുള്ള ഈ കണക്ക് പരിശോധിക്കാൻ നമുക്ക് എന്താ മനസ്സിലാകുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് പേർക്ക് ഓട്ടിസം ഉണ്ട്. പണ്ടൊക്കെ അപൂർവമായിട്ടായിരുന്നു അങ്ങനെ കണ്ടിരുന്നത്. അത് തന്നെ നമുക്ക് അറിയില്ല ഓട്ടിസം ആണെന്നൊന്നും അന്ന് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ അടുക്കൊന്ന് വേറൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ആരും വീഡിയോ ഓൺ ആക്കാത്തത് കൊണ്ടേ എനിക്ക് ചെറിയൊരു പ്രയാസം. പറ്റുന്നവരൊന്ന് വീഡിയോയിൽ വാ, ഒന്ന് ക്യാമറ ഓൺ ചെയ്യും. ഞാൻ ഒറ്റയ്ക്കായതുപോലെ ഒരു ഫീൽ ഉണ്ട്. എനിക്ക് ഞാൻ മാത്രം പറയുകയാണ്, വേറെ ആരും കേൾക്കാനില്ല എന്നൊക്കെ തോന്നല. പറ്റാവുന്നവരൊക്കെ ഒന്ന് ക്യാമറ ഓൺ ചെയ്യും പ്ലീസ്. താങ്ക് യു മാം. ഒറ്റയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ബോറിംഗ് ആണ്. ഇത് കേൾക്കുന്നുണ്ടോ, നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ, അങ്ങനെ പല സംശയങ്ങളും വരും. താങ്ക്സ് അലോട്ട്. അപ്പൊ പറഞ്ഞു വന്നത്, ഇതിന്റെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് ആളുകൾ നമുക്ക് ചുറ്റും. ഇത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പണ്ടൊന്നും ഇങ്ങനെ ഓട്ടിസം ഉള്ളവര് വളരെ വിരളമായിരുന്നു. മാത്രമല്ല അന്നൊന്നും ഓട്ടിസമായിട്ട് അത് ഡയഗ്നോസ് ചെയ്തിട്ടില്ല. കാരണം അന്ന് ആ ഡിസോർഡർ അത്ര അറിയില്ലായിരുന്നു ആർക്കും. പലപ്പോഴും നമ്മളൊക്കെ ഇപ്പോ കുട്ടികളുടെ കേസ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിലൊക്കെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ് പലതും അവരെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് ഈ കുട്ടികളുടെ സിംറ്റംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ ഓട്ടിസം ആണ്, ഓട്ടിസ്റ്റിക് ആണ് നമുക്ക് മനസ്സിലാവും. അപ്പൊ അന്നൊന്നും അങ്ങനെ ഓട്ടിസം ഡയഗ്നോസ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടും നമുക്ക് എന്താ പറയാ, ഈ കണക്കിലുള്ള വർധനവിന്റെ ഒരു കാര്യം അതുകൂടി ആയിരിക്കും അല്ലെ. ഇപ്പൊ കുറച്ചും കൂടെ അത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ട്, അപ്പോഴും കൂടി ആയിരിക്കും ചിലപ്പോ ഈ കണക്കിലുള്ള വർധനവൊക്കെ വന്നിട്ടുണ്ടാവാം. പോപ്പുലേഷൻ വെച്ച് ഓട്ടിസം ഉള്ള ആളുകള് വേൾഡ് പോപ്പുലേഷന്റെ 1% ഓട്ടിസം ഉള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ടും എന്താണ്, ഇതിന്റെ ഒരു വർധനവ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. പല കാരണങ്ങളുണ്ടാവാം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മള് അതുപോലെ തന്നെ മൊബൈൽ ഫോണിന്റെ യൂസേജസ്, അങ്ങനെ പല പല കാരണങ്ങളുണ്ടാവും. കാരണം പണ്ടുള്ളവർക്കൊന്നും ഇത്രത്തോളം ഉണ്ടായിട്ടില്ലല്ലോ അല്ലെ. അപ്പൊ തന്നെ നമുക്കതിപ്പോ റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഇന്ന കാരണം കൊണ്ട് ഓട്ടിസം ഉണ്ടാവുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും നമുക്ക് കുറെ കാര്യങ്ങൾ കാണുമ്പോൾ കുറെ സംശയങ്ങൾ തോന്നും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് സാർ പറഞ്ഞതുപോലെ ഓട്ടിസം അവയർനെസ് ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഏപ്രിൽ 2 ഓട്ടിസം അവയർനെസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നല്ലോ നമ്മൾ ഈ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മള് ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാള് എന്ന രീതിയിൽ ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യല് നമ്മുടെ ഒരു കടമയാണ് അല്ലെ. അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ആദ്യം ഇവരാരാണെന്ന് നമുക്കൊരു ഐഡിയ വേണം അല്ലെ. ഓട്ടിസമുള്ള കുട്ടികൾ ആരാണ്, ഓട്ടിസമുള്ള വ്യക്തികൾ എന്താണ്, നമുക്കൊരു ഐഡിയ വേണം. എന്നാലല്ലേ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ എന്താണ് ഓട്ടിസം? സയന്റിഫിക്കലി പറയുവാണെങ്കിൽ ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ഒരു ഏർലി ചൈൽഡ്ഹുഡിൽ, അതായത് ഒരു 3 വയസ്സിൽ അല്ലെങ്കിൽ 2 വയസ്സിനുള്ളിൽ തന്നെ നമുക്കത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇവര് വെല്ലുവിളികൾ നേരിടുന്നത് സാമൂഹികമായിട്ട് ഇടപഴകുന്ന കാര്യത്തിൽ, സോഷ്യൽ ഇന്ററാക്ഷനിൽ, അതുപോലെ കമ്മ്യൂണിക്കേഷനിലും ഏറ്റവും കൂടുതൽ ഇവർക്ക് പ്രയാസം നേരിടുന്നത്. അതുപോലെ റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ ആൻഡ് റെസ്ട്രിക്റ്റഡ് ഇൻട്രസ്റ്റ്, ഈ 3 മേഖലകളിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇവർ പ്രയാസം നേരിടുന്നത്. പിന്നെ ഇവരുടെ ഒരു കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാവുന്നത് സെൻസറി പ്രോബ്ലംസ് ആണ്, സെൻസറി ഇഷ്യൂസ് ആണ്. ഇത് ഞാനിപ്പോ പറഞ്ഞത് ഒരു സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്.
സ്വാഭാവികമായിട്ട് നമുക്കിത് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, ബോറിംഗ് ആയിരിക്കും അല്ലെ. ഇനി ഞാനിത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് എങ്ങനെയാണ് ഓട്ടിസം ഉള്ള ഒരാളെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുക. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇപ്പൊ സൈക്കോളജി അങ്ങനെ ഫീൽഡിലൊന്നും അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയിരിക്കും, എന്നാലും ഈ ഫീൽഡിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓട്ടിസം എന്ന് പറഞ്ഞാലും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ADHD, അതല്ലെങ്കിൽ സെറിബ്രൽ പൾസ്, ഇതെല്ലാം മൊത്തത്തിൽ അവരൊറ്റ ഒന്നായിട്ടാണ് കാണുന്നത്. സുഖമില്ലാത്ത കുട്ടികൾ ആ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തുക അല്ലെ. അങ്ങനെയാണ് സമൂഹം ഇവരെ കാണുന്നത്. സത്യത്തില് ഇതെല്ലാം ഡിഫറെന്റ് ആണ്, എന്തെങ്കിലും ഡിഫറെന്റ് ആണ്, ഒന്നും ഒരുപോലെയല്ല. പ്രത്യേകിച്ച് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ ഇവരൊന്നും പോലെയല്ല. അപ്പോ അത് നമ്മൾ സൂക്ഷ്മമായിട്ട് ഇവരെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓട്ടിസം ഉള്ള കുട്ടികള് എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അലൂഫ്നെസ് ഇഷ്ടപ്പെടുന്നവരാണ് അവര്. ഏകാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കാനാണ് അവർക്ക് ഇഷ്ടം. നമ്മളൊക്കെ എത്ര നേരം അങ്ങനെ ഇരിക്കും അല്ലെ. നമുക്ക് ഒരാളോട് ഇന്ററാക്ട് ചെയ്യാതെ ഒന്നും ഇരിക്കാൻ കഴിയില്ല. നമ്മുടെ ഹ്യൂമൻ ബീയിങ് അല്ലെ, സോഷ്യൽ ആനിമൽ ആണെങ്കിൽ സോഷ്യൽ ഇൻഡിവിജ്വൽ ആണ്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരോടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ആശ്രയിക്കാതെ, ഒരാൾ ആശ്രയിക്കാതെ ഒന്നും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്ക് കളിക്കാനും ഒറ്റയ്ക്ക് അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇഷ്ടം. ക്ലാസ്സിലൊന്നും ഇപ്പൊ നിങ്ങൾ ക്ലാസ് റൂമിനകത്ത് ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് എവിടെയെങ്കിലും ഒരു കുട്ടിയെ കാണുവാണെങ്കിൽ ആ കുട്ടി ആരുമായിട്ടും ഇന്ററാക്ട് ഉണ്ടാവില്ല. നമ്മുടെ മുന്നിൽ ചെന്ന് നിന്നാൽ പോലും നമ്മുടെ മുഖത്തേക്ക് നോക്കില്ല. നമ്മൾ ഒരാളെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള യാതൊരു ഭാവ വ്യത്യാസവും ആ മുഖത്ത് കാണാൻ സാധിക്കില്ല. നമ്മുടെ മുന്നിൽ ഒരാളുണ്ടെങ്കിൽ നമ്മൾ അയാളെ പരിഗണിക്കില്ലേ, ജസ്റ്റ് മുഖത്തേക്കൊന്ന് നോക്കില്ലേ, ഇരിക്കാനൊന്ന് പറയില്ലേ, ചിരിക്കില്ലേ. ഇതൊക്കെ എന്താണ്, നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷന്റെ ഭാഗമായിട്ട് വരുന്ന സംഗതികളാണ് അല്ലെ. പക്ഷെ ഇവരൊന്നും മുഖത്തേക്ക് പോലും നോക്കില്ല, അറ്റ്ലീസ്റ്റ് മുഖത്തേക്ക് പോലും നോക്കില്ല. ഐ കോണ്ടാക്ട് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഐ കോണ്ടാക്ട് ഇവർക്ക് ഒട്ടും ഉണ്ടാവില്ല. ഒട്ടും ഐ കോണ്ടാക്ട് ഇല്ലാത്ത കുട്ടികളായിരിക്കും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ. അവര് പേര് വിളിച്ചപ്പോൾ ചിലപ്പോൾ നോക്കണമെന്നില്ല. അത് കേൾക്കാത്തത് കൊണ്ടല്ല, അവരെയാണ് വിളിച്ചതെന്ന് മനസ്സിലാവാത്തത് കൊണ്ടുമല്ല, അവർക്ക് തോന്നിയാൽ മാത്രമേ റെസ്പോണ്ട് ചെയ്യുള്ളൂ. ചിലപ്പോൾ ഒറ്റ നോട്ടമൊക്കെ നോക്കുമായിരിക്കും, അപ്പോൾ തന്നെ തിരിച്ചു കളയും, വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ നോക്കിയിരിക്കും. ഫിസിക്കലി നമ്മുടെ മുമ്പില് ആൾക്കാർ അവരിയ്ക്കുന്നുണ്ടെങ്കിൽ പോലും അവർ മെന്റലി അവര് വേറെ എവിടേക്കോ ആയിരിക്കും. ഇപ്പോൾ പറയില്ലേ, ഒരു ദിവാസ്വപ്നത്തിൽ എന്ന പോലെ ഇങ്ങനെ ഇരിക്കുക, പകൽക്കിനാവ് കൊണ്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരിക്കും അവരുണ്ടാവുക. വേറെവിടെയോ നോക്കി വേറെ എന്തിനോ എൻഗേജ്ഡ് ആയിട്ട് അങ്ങനെ ഇരിക്കും. ഇതാണ് ഒരു ലക്ഷണം. രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു. ഒന്ന്, സോഷ്യൽ ഇന്ററാക്ഷൻ ഒട്ടും ഉണ്ടാവില്ല. മറ്റൊന്ന്, ഐ കോണ്ടാക്ട് ഒട്ടും ഉണ്ടാവില്ല അല്ലെ. ഇനി കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുക, അതായത് ഇവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല, ഇവരുടെ ഫീലിങ്സ് പറയാൻ കഴിയില്ല, ഇവരുടെ നീഡ്സ് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല, അയാളുമായിട്ട് ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടാന്, അയാളെ ഒന്ന് ഗ്രീറ്റ് ചെയ്യാന്, അങ്ങനെ ഒന്നും ഇവർക്ക് കഴിയില്ല. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇവർക്ക് അറിയില്ല. ചിലര് ഓട്ടിസം ഉള്ള കുട്ടികൾ ഒട്ടും സ്പീച്ച് ഇല്ലാത്തവരാണ്. സ്പീച്ച് ഉള്ളവർക്കാണെങ്കിൽ പോലും ഇതിനൊന്നും കഴിയില്ല എന്നുള്ളതാണ്. ചില കുട്ടികൾക്ക് എന്താണ്, എക്കോലാലി ഉള്ളവരാണ്, അതായത് പാരറ്റ് സ്പീച്ച്, പറഞ്ഞ കാര്യം തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവര് തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവും, അത് എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാല് ആ ചോദ്യം മനസ്സിലാക്കിയിട്ട് അതിന് ഉത്തരം നൽകുന്നതിന് പകരം നമ്മൾ ചോദിച്ച ചോദ്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ നിന്റെ പേരെന്താ, നിന്റെ പേരെന്താ, നിന്റെ പേരെന്താ, അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ എക്കോലാലിയ അല്ലെങ്കിൽ പാരറ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒട്ടുമിക്ക കുട്ടികളിലും സ്പീച്ച് ഉള്ളവരിലൊക്കെ അധികമായിട്ട് ഇത് കണ്ടുവരാറുണ്ട്. അപ്പൊ കമ്മ്യൂണിക്കേഷന്റെ കാര്യം അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഉള്ളത് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് ഇവർക്ക് അബ്സ്ട്രാക്ട് ലാംഗ്വേജ് ഒട്ടുമില്ല. അബ്സ്ട്രാക്ട് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സാഹിത്യപരമായിട്ടൊക്കെ സംസാരിക്കില്ലേ, ഉപമകൾ വെച്ചിട്ടൊക്കെ സംസാരിക്കില്ലേ, അല്ലെങ്കിൽ പിന്നെ സറ്റേറിക്കലായിട്ടൊക്കെ സംസാരിക്കില്ലേ, ദ്വയാർത്ഥത്തിൽ പറയില്ലേ, അതല്ലെങ്കിൽ മുന വെച്ച് സംസാരിക്കില്ലേ, കുത്തി പറയില്ലേ, ഇതൊക്കെ എന്താ, നമ്മൾ ഡയറക്റ്റ് അല്ലല്ലോ പറയുന്നത് അല്ലെ. നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം.
പക്ഷെ നമുക്കൊക്കെ മനസ്സിലാവും അതെന്താണ് ഉദ്ദേശിക്കുന്നത്, പറഞ്ഞ ആ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊക്കെ മനസ്സിലാവും. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണോ നമ്മൾ വാക്കാലെ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമാണ് മനസ്സിലാക്കുക. അതിന്റെ ഇന്നർ മീനിങ് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കില്ല. അതാണ് അബ്സ്ട്രാക്ട് ലാംഗ്വേജ് ഇല്ല എന്ന് പറയുന്നത്. നമ്മൾ പ്രത്യക്ഷത്തിൽ വിചാരിക്കും അതിപ്പോ അത് വലിയ കുഴപ്പമാണോ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, അത് വലിയ കുഴപ്പം തന്നെയാണ്. കാരണം അവർ കമ്മ്യൂണിക്കേഷനിൽ, സോഷ്യൽ ഇന്ററാക്ഷനിൽ അവർ വരുമ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അല്ലെ? നമ്മളൊരു തമാശ പറഞ്ഞാൽ തമാശയായിട്ട് മനസ്സിലാവുന്നില്ല. ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോട്ടെ, പക്ഷെ ഇയാൾക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്താലോ, വിഷമായാലോ, എന്നെ കളിയാക്കിയിട്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ എന്നെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ അവിടെ ഉണ്ടായേക്കും. മാത്രമല്ല, ഒരു പ്രോബ്ലം സോൾവിങ്ങിന്റെ സമയത്ത് ഇത് പ്രശ്നമാണ്. ജഡ്ജ്മെന്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇത് അവർക്ക് പ്രശ്നമാണ്. അല്ലെ? ഇവരെന്തെങ്കിലും കാര്യങ്ങൾ ഒരു അത്യാവശ്യം നന്നായിട്ട് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഇവരെ കൊണ്ടുവന്ന് ഇവര് ഒരു പൊസിഷനിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവർക്കൊരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോ പലരുടെയും അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരും. അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഇവർക്ക് ഇത് മനസ്സിലാവില്ല, ഇയാൾ എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഈ അബ്സ്ട്രാക്ട് ലാംഗ്വേജ് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഡിഫിക്കൽട്ടി ഉണ്ടാവും. ആളുകൾ എന്താണ് പറയുന്നത് മനസ്സിലായാലല്ലേ അതിനനുസരിച്ച് റിപ്ലൈ കൊടുക്കാനാവുള്ളൂ. അതല്ലെങ്കിൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും ഉണ്ടായേക്കാം. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അക്കാഡമിക് ഏരിയയിലോട്ട് വരുവാണെങ്കിൽ ലിറ്റററി ഇവർക്ക് ഭയങ്കര ടഫായിരുന്നു. കാരണം ഈ കവിത, കഥ അങ്ങനെയുള്ള സംഗതികൾ, അതിനകത്ത് വരുന്ന ഇന്നർ മീനിങ്സ്, അല്ലെ, പിന്നെ ധ്വനികൾ, ഇതൊന്നും ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ അബ്സ്ട്രാക്ട് ലാംഗ്വേജ് ഭയങ്കര പ്രശ്നം തന്നെയാണ്. അബ്സ്ട്രാക്ട് ലാംഗ്വേജ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതാണ് ഒരു കാര്യം. നമ്മളിപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? സോഷ്യൽ ഇന്ററാക്ഷൻ ഒട്ടും ഉണ്ടാവില്ല. മറ്റൊന്ന് ഐ കോണ്ടാക്ട് ഒട്ടും ഉണ്ടാവില്ല. പിന്നെന്ത് പറഞ്ഞു? കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ ഒട്ടും സ്പീച്ച് ഇല്ലാത്തവരുണ്ട്. സ്പീച്ച് ഉള്ളവർക്കാണെങ്കിൽ തന്നെ എന്ത് എക്കോലാലിയ പോലുള്ള പ്രശ്നങ്ങളുണ്ട്, റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു അവസ്ഥ. അതുപോലെ ലാംഗ്വേജ്, അബ്സ്ട്രാക്ട് ലാംഗ്വേജ് ഒട്ടുമില്ലാത്തൊരവസ്ഥ. ഇത്രയും പറഞ്ഞു അല്ലെ? ഇനി പറയാനുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് റെപ്ലിക്കേറ്റീവ് ബിഹേവിയർ, അതായത് റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ കൈ ഇങ്ങനെ ടാപ്പ് ചെയ്തോണ്ടിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്ലാപ്പ് ചെയ്യാം, വെറുതെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുക. അതിനകത്തൊന്നും മീനിങ് ഒന്നും ഇല്ലല്ലോ. മീനിങ് ഇല്ലാതെ എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കാല് വെച്ചിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യാം, വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റിൽ ടാപ്പ് ചെയ്യാം, ഇങ്ങനെ നിർത്താണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇവർക്കിത് കൈ കഴക്കുന്നൊന്നുമില്ല, ഇവരിത് അറിയുന്നില്ല. നമ്മൾ ശ്വാസം എടുക്കുന്ന നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? ഇല്ലല്ലോ. അതുപോലെ ഇവര് പോലും ചിലപ്പോൾ അത് അറിയുന്നില്ല. അവർ ഇങ്ങനെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഉള്ള മൂവ്മെന്റ്സ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള സൗണ്ട് ആണ് എന്ത് എക്കോലാലിയ. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ്. ഇത് ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി, പുരുഷക്കാരുടെ കുട്ടികൾ ഉറപ്പായിട്ടും എന്ത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഐ കോണ്ടാക്ട് ഉണ്ടാവില്ല. ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ ഒറ്റയ്ക്ക് എത്തി. പിന്നെ ഇതുപോലെ എന്തെങ്കിലും റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് അവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. ഇത് കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ആൾ ഓട്ടിസ്റ്റിക് ആണ് എന്നുള്ളത്. സംസാരം, ബാക്കി അബ്സ്ട്രാക്ട് ലാംഗ്വേജ് ഒക്കെ അവരുമായിട്ട് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ ഇതൊക്കെ നമുക്ക് നോക്കുമ്പോ തന്നെ, നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ സെൻസറി ഇഷ്യൂസ്, ഭയങ്കരമായിട്ട് സെൻസറി ഇഷ്യൂസ് ഇവർക്ക് ഉണ്ടാവും. ഇത് ഇവരുടെ ഒരു പ്രത്യേകത. വേറെ ഡിസബിലിറ്റീസ് ഒന്നും സെൻസറി ഇഷ്യൂസ് അത്ര പറയുന്നില്ല. പക്ഷെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സെൻസറി ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. നമുക്ക് എത്ര സെൻസസ് ഉണ്ട്? ഇന്ദിരാ മാഡം ഒന്ന് പറയും. 5. 5 സെൻസസ് അല്ലെ? ജേക്കബ് സാറും പറയുന്നത് 5 സെൻസസ് ആണ്. അല്ലെ? നമുക്കറിയാവുന്നത് പോലെ വിഷൻ, ഓഡിഷൻ, ഓൾഫാക്ടറി, പിന്നെ ടാക്ടൈൽ, ഗസ്റ്റേഷൻ, അല്ലെ? ഇത് 5 നമുക്ക് അറിയാവുന്ന 5 സെൻസസ് ആണ്. ഇതിനപ്പുറത്തേക്ക് 2 സെൻസ് കൂടെ ഉണ്ട്. വെസ്റ്റിബുലാർ സെൻസ്, നമ്മുടെ ബാലൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പ്രോപ്രിയോസെപ്ഷൻ, നമ്മുടെ ബോഡി മൂവ്മെന്റ്സും ബോഡി അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ 2 സെൻസ് കൂടെ നമുക്കുണ്ട്. അത് ഇവരുടെ കേസിൽ പറയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുക. നമുക്കൊക്കെ ഇതുണ്ട്, പക്ഷെ ഇവർക്ക് അത് എക്സ്ക്യൂസ് വരുന്നത് കൊണ്ടാണ് നമുക്കത് പറയേണ്ടി വരുന്നത്. ഇല്ലേ? ഇതിലൊക്കെ ഇവർക്ക് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരേ മേഖലകളിലല്ല ഇഷ്യൂസ് ഉള്ളത്. അപ്പൊ ചില കുട്ടികൾക്ക് വിഷനിലാണ് പ്രോബ്ലം, ചിലർക്ക് ഓഡിഷനിലാണ്, ചിലർക്ക് ഓൾഫാക്ടറി ഇഷ്യൂസ്, ചിലർക്ക് ടാക്ടൈൽ ഇഷ്യൂസ്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഓട്ടിസം ഉള്ള ഒരാളെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് ഓടിയെത്തുന്ന എന്താ?
അടങ്ങിയിരിക്കാത്തൊരു കുട്ടി, ആ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു കുട്ടി, ബഹളം വെക്കുന്ന കുട്ടി, സാധനങ്ങൾ തട്ടിമറിക്കുന്ന ഒരു കുട്ടി, ഇല്ലേ? മൊത്തത്തിൽ പറഞ്ഞാൽ ഹൈപ്പർ ആക്റ്റീവ് പിന്നെ സിംറ്റംസ് കാണിക്കുന്ന ഒരു കുട്ടിയാണ്, അല്ലെ? ഇത് സത്യത്തിൽ ഈ ഹൈപ്പർ ആക്ടിവിറ്റി നമ്മുടെ സാധാരണ കുട്ടികൾ കാണിക്കുന്ന ടെമ്പർ ടാൻഡ്രം ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് ടെമ്പർ ടാൻഡ്രം അല്ല. ടെമ്പർ ടാൻഡ്രം ആയിരിക്കാം ചിലപ്പോ, പക്ഷെ അതിനേക്കാൾ കൂടുതൽ സാധ്യതയുള്ളത് എന്താണ്? ടെമ്പർ ടാൻഡ്രം അല്ല, ഇത് സെൻസറി ഇഷ്യൂ ആണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ വെസ്റ്റിബുലാർ സെൻസിലെ, അതായത് നമ്മുടെ ചെവിക്കകത്തിലെ കോക്ലിയർ വെസ്റ്റിബുലാർ, അവിടെയാണല്ലോ നമ്മുടെ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കിടക്കുന്നത്. ആ സെൻസ് ഹൈപ്പോ ആകുമ്പോ എന്ത് ചെയ്യും? കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആവും. എല്ലാ സെൻസിലും രണ്ട് തരത്തിലായിരിക്കും വരിക കേട്ടോ. ഒന്നുകിൽ ഹൈപ്പർ അല്ലെങ്കിൽ ഹൈപ്പോ. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? കൂടിയൊരവസ്ഥ. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞൊരവസ്ഥ. അപ്പൊ ഈ വെസ്റ്റിബുലാർ സെൻസ്, നമ്മുടെ ബാലൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വെസ്റ്റിബുലാർ സെൻസ് ഹൈപ്പോ ആകുമ്പോ ഈ കുട്ടികൾക്ക് ബാലൻസ് കുറവായിരിക്കും, അല്ലെ? അപ്പൊ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഓടുന്നതും ചാടുന്നതും മറിയുന്നതും എല്ലാം. അതല്ലാതെ അത് ചുറ്റുമുള്ളവർ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, അവരനുസരണ ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നതല്ല, അല്ലേ? അവർ ലേസി ആയതുകൊണ്ടോ ഡിസൊബീഡിയന്റ് ആയതുകൊണ്ടോ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നതല്ല. നമുക്ക് ദാഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കൂലേ? നമ്മൾ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുവോ? ഉപദ്രവിച്ച വെള്ളം കുടിക്കാതിരിക്കുവോ? ഇല്ല. നമ്മുടെ ബേസിക് നീഡാണ് നമ്മുടെ ദാഹം അകറ്റുക എന്നുള്ളത്. അതുപോലെ ഇവരുടെ ബേസിക് നീഡാണ് ഇവർക്ക് ബാലൻസ് കിട്ടുക എന്നുള്ളത്, അല്ലേ? അതാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത് മനസ്സിലാക്കുന്നിടത്താണ് പ്രയാസം, നമുക്കാണ് തെറ്റിപ്പോകുന്നത്. അപ്പൊ അവര് ചീത്ത പറഞ്ഞിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ അവരെ മുറിക്കകത്ത് കൂട്ടിയിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ അവർക്ക് കറക്റ്റ് തെറാപ്പി കൊടുക്കണം. സെൻസറി പ്രോബ്ലംസ് ഒക്കെ കാണിക്കുന്ന കുട്ടികൾക്ക് ഒക്യുപേഷൻ തെറാപ്പിയാണ് കൊടുക്കേണ്ടത്, മസ്റ്റായിട്ടും കൊടുക്കണം. ഇനി ഇതിൽ തന്നെ വെസ്റ്റിബുലാർ ഹൈപ്പോ ആയ അവസ്ഥയാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി ഈ വെസ്റ്റിബുലാർ അതായത് ഹൈപ്പർ ആയാലും ഈ കുട്ടി ഒട്ടും മൂവ് ചെയ്യൂല. അപ്പൊ അമ്മയുടെ ചെറിയ മോനാണെങ്കിൽ അമ്മയുടെ മടിയിൽ ഇങ്ങനെ എറുതി പിടിച്ചിരിക്കും. നമ്മൾ ബെഞ്ചിലിരുത്താൻ പോലും ശ്രമിച്ചാൽ കുട്ടി വരില്ല. ഈ ബെഞ്ചിലിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരു ഡെസ്കിലോ എവിടെയെങ്കിലും ചെറിയൊരു ഹൈറ്റിൽ കയറാൻ പറഞ്ഞ സമ്മതിക്കില്ല, ഒരു ഊഞ്ഞാലാടാൻ പറഞ്ഞ സമ്മതിക്കില്ല. കാരണം ഈ കുട്ടിക്ക് ബാലൻസ് ഭയങ്കരമായിട്ട് കൂടുതലുള്ളത് കൊണ്ട് ഈ കുട്ടിക്ക് മൂവ് ചെയ്യാൻ പ്രയാസമാണ്, പേടിയാണ്, ഹൈറ്റ് പേടിയാണ്, ഓടാനും ചാടാനൊക്കെ പേടിയാണ്. ആ പേടി എന്തുകൊണ്ടാണ്? വെസ്റ്റിബുലാർ ഹൈപ്പർ ആയതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഏത് സെൻസും ഹൈപ്പോ ആയിക്കഴിഞ്ഞാൽ, കുറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുക. അതുപോലെ ഏത് സെൻസും ഹൈപ്പർ ആയി കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടത്തുക. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാം. ക്ലാസ്സിൽ എപ്പോഴും പറയുന്നതാണ്, എന്റെ ഓട്ടിസ്റ്റിക് ബാച്ചിലുള്ളവർക്ക് അറിയാം. അതായത് നമ്മളൊരു തക്കാളി കറി ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ നോക്കുമ്പോ നമ്മുടെ ഫ്രിഡ്ജിനകത്തൊരു 4-5 തക്കാളിയൊക്കെ ഉള്ളൂ. അവിടെ എന്താണ്? മാം സ്റ്റില്ലായി. ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ മാം ഒന്ന് സ്റ്റക്ക് ആയിട്ടുണ്ട്, നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ.
സോറി കേട്ടോ. എല്ലാരും അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലെ? ഉണ്ട്. ആ ഈ സമയത്ത് ഒരു കറണ്ട് പോക്ക് പതിവുള്ളതാണ്, ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി അത് തുടങ്ങിയത്. നമ്മൾ നല്ല രീതിയിൽ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു വരികയാണ്. അപ്പൊ പറഞ്ഞു വന്നത് സെൻസറി ഇഷ്യൂസിനെ പറ്റിയാണ് അല്ലെ. ഹൈപ്പോ ആകുന്ന കേസും ഹൈപ്പർ ആകുന്ന കേസുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. നമ്മളൊരു തക്കാളിക്കറി ഉണ്ടാക്കാൻ വിചാരിക്കണം. തക്കാളിക്കറി ഇടയ്ക്ക് സ്റ്റക്ക് ആവാണ്ടിരിക്കട്ടെ അല്ലെ, കറണ്ട് പോയിട്ട്. അപ്പോ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് കുറച്ച് തക്കാളിയുള്ളൂ, ഒരു 4-5 തക്കാളി നമ്മുടെ ഫ്രിഡ്ജിനകത്തുള്ളൂ. അപ്പൊ എന്താണ്, നമ്മുടെ അടുത്ത് തക്കാളി ഹൈപ്പോ ആണ്, കുറവാണ് അല്ലെ. നമുക്ക് അതിനേക്കാൾ കൂടുതൽ തക്കാളി വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്തിനാ മാം? കുറച്ചുകൂടി തക്കാളി കിട്ടുമോ നോക്കൂ അല്ലെ, അന്വേഷിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, തൊട്ടടുത്ത വീട്ടില് ചോദിക്കും 2-3 തക്കാളി തരുമോ എന്ന് ചോദിക്കും. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തക്കാളി ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാ നോക്കും. തൊട്ടപ്പുറത്ത് കട വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ അങ്ങോട്ട് വിടും അല്ലേ. പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരികയാണ്, നമുക്ക് ഇതുവരെ മസ്റ്റാണ് ഉണ്ടാക്കരുന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ പരക്കമായില്ലേ തക്കാളിക്ക് വേണ്ടിയിട്ട്. അതെ, തക്കാളി കിട്ടാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്താൻ. ബാക്കിയുള്ളവരെന്താ കാണുക, നമ്മൾ ഈ ഓടുന്നത് മാത്രം കാണുക. ആക്ച്വലി നമുക്ക് തക്കാളിക്കറി ഉണ്ടാക്കണമെന്നും നമുക്ക് തക്കാളി കുറവാണെന്നും ഒന്നും ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ ഓടുന്നത് മാത്രമാണ്. ഈ ഓടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയാം. നമ്മുടെ തക്കാളിക്കറി കുറഞ്ഞ അവസ്ഥയാണ് എന്ത്, വെസ്റ്റിബുലാർ ഹൈപ്പോ ആകുന്ന അവസ്ഥ. ഇത് വെസ്റ്റിബുലാർ എന്നല്ല, ഏത് സെൻസ് ആയാലും ഇങ്ങനെയാണ്. ഇത് കിട്ടാണ്ടിരിക്കുമ്പോ കിട്ടാനുള്ള ശ്രമം നടത്തും. അപ്പോഴാണ് ഈ ഓടൽ നമ്മൾ കാണുന്നത്. ചിലപ്പോ ചെവി പൊത്തിപ്പിടിച്ചിട്ടുള്ളൂ. അതെന്തുകൊണ്ടാ? ഓഡീഷൻ പ്രശ്നമുള്ളതുകൊണ്ടാ. ഓഡീഷൻ ഹൈപ്പർ ആണ്. ഒരുപാട് നമ്മൾ കേൾക്കുന്ന സൗണ്ടേ അവരെ കേൾക്കുന്നുള്ളൂ, പക്ഷെ നമ്മൾ കേൾക്കുന്ന ഫ്രീക്വൻസിയിലല്ല, ഹൈ ഫ്രീക്വൻസിയിൽ അവർക്ക് ഇത് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് എന്ത് സംഗതിയും ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി അത് വേണ്ടാന്നല്ലേ നമ്മൾ പറയാം അല്ലെ. ഇവർക്ക് ഒരുപാടുണ്ട്, ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് സൗണ്ട് ഇവർക്ക് അനുഭവപ്പെടുമ്പോ വേണ്ടാന്ന് പറഞ്ഞിട്ട് ചെവി പൊത്തി ഓടുന്ന അവസ്ഥയാണ്. നമ്മൾ ഇതെന്ത് പറയും, ആ കുട്ടി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്, അടങ്ങിയിരിക്കുന്നില്ല എന്ന് പറയും. സംഗതി ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇവർക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവർ കാണിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സെൻസറി ഇഷ്യൂസ് എല്ലാം വരുന്നത്. ഹൈപ്പോ ആകുമ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തും, ഹൈപ്പർ ആകുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇവർ നടത്തും. ചില കുട്ടികൾ കണ്ണിലേക്ക് ടോർച്ചടിക്കും. നമുക്ക് പറ്റുമോ അങ്ങനെ? ഇല്ല. കണ്ണിലേക്ക് ടോർച്ചടിക്കും. കാരണം എന്താ, ഇവർക്ക് വിഷന്റെ കാര്യത്തിൽ ഇവര് എന്താണ്, ഹൈപ്പോ ആണ്. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. ചില കുട്ടികൾ കണ്ണ് പൊത്തിക്കളയും, കാരണം വിഷൻ ഹൈപ്പർ ആണ്. ഒരുപാട് ലൈറ്റ് കിട്ടുന്നുണ്ട്, അനുഭവപ്പെടുന്നുണ്ട്, നമുക്ക് കിട്ടുന്നതിനേക്കാൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് കണ്ടുപൊത്തും. ഇങ്ങനെയാണ് സെൻസറി ഇഷ്യൂസ് എല്ലാം ഉണ്ടാവുന്നത്. അപ്പൊ ഇതെല്ലാം പറഞ്ഞത് ഒരു ഒട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയെ കണ്ടാൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അതിന് ഈ സിംറ്റംസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് അല്ലെ. ഇനി നമ്മൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഓട്ടിസം അവയർനെസ് എന്ന് പറയുമ്പോൾ ഏർലി ഐഡന്റിഫിക്കേഷനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഏർലി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഏർലി ഇന്റർവെൻഷൻ ആണ് നമ്മൾ ഏതൊരു ഡിസബിലിറ്റിയുടെ കാര്യത്തിലും പറയാം. ഏറ്റവും നേരത്തെ കണ്ടെത്തി ഏറ്റവും നേരത്തെ ഇടപെടലുകൾ നടത്തുമ്പോഴാണ് ഏതൊരു ഡിസബിലിറ്റിയിലും എന്താണ് നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ സാധിക്കാം. അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ ഇതിന്റെ ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, ഇതൊരു ഡിസോർഡർ ആണ്, ഡിസീസ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇല്ല. ഡിസോർഡർ എന്നാ പറഞ്ഞത്. പലപ്പോഴും ഇതൊരു ഡിസീസ് ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതായത് ശരിക്കും നമ്മൾ മനസ്സിലാക്കുക, ഡിസീസ് മാത്രമാണ് മരുന്ന് കഴിച്ചാൽ ഭേദപ്പെടുള്ളൂ, ഡിസോർഡർ ഭേദപ്പെടില്ല. ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലൈഫ് ലോങ് കണ്ടീഷനാണ്. ആ വ്യക്തിയുടെ ലൈഫിൽ ഉടനീളം ഇതുണ്ടാവും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാം, തെറാപ്പി കൊടുക്കാം, ട്രെയിനിങ് കൊടുക്കാം, അവരുടെ ലൈഫിൽ മാക്സിമം അവരെ ഇൻഡിപെൻഡന്റ് ആക്കി മാറ്റാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ എടുത്തു പറയാൻ കാരണം എന്താണെന്നറിയോ? അപ്പൊ നമ്മള് ഈ കോഴ്സ് ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതായത് ഇവര് ഈ പാരന്റ്സ് പുരോഹിതന്മാരെടുത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ അടുത്തൊക്കെ
ഹെൽപ്പിന് വേണ്ടി ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായതുകൊണ്ട് ഈ സംഗതി മാറാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കാനൊരു ചോദ്യമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യോ? നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറെ അടുത്തല്ലേ പോവാ? അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടോ എന്നൊക്കെ അന്നേരം എനിക്ക് ഡൗട്ട് തോന്നിയത്. അതൊരു 10 വർഷം മുമ്പാണ്, 2014. ഇപ്പൊ 2025 നമ്മൾ നിൽക്കുന്നത് അല്ലെ. ഇപ്പൊ എന്റെ വിചാരം ഇങ്ങനെ ഒട്ടും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ഖേദകരെന്ന് പറയട്ടെ, കഴിഞ്ഞ മാസം ഞാൻ എന്റെ സ്കൂളിൽ ഒരു പാരന്റിനോട് സംസാരിച്ചപ്പോ, കുട്ടിസുള്ള കുട്ടിയല്ല, ആ കുട്ടിക്ക് സെറിബ്രൽ പാൾസിയാണ്, നടക്കാനാണ് പ്രയാസം, കാലിന് പ്രയാസമാണ്. അപ്പൊ ചെറിയ മോള 12 വയസ്സായിട്ടുള്ളൂ. ആ കുട്ടീന്റെ ഉമ്മ എന്ന് പറയുന്നത് 30 വയസ്സ് പോലും ആയിട്ടുണ്ടാവില്ല, അത്രയും ചെറുപ്പക്കാരിയാണ്. എന്തായാലും ഇപ്പൊ അത്ര എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ ഒരു +2 എങ്കിലും അവരെന്തായാലും പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ടാവും. സ്മാർട്ട് ഫോൺ അവർക്ക് യൂസ് ചെയ്യാൻ അറിയും ഇല്ലേ? ആ അപ്പൊ അവർ ഈ ഒരു 2025 ഇരിക്കുമ്പോ അവർ പറയാൻ പാടില്ലാത്തൊരു വർത്താനം എന്നോട് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, നടക്കാൻ പ്രയാസം. അപ്പൊ ഞങ്ങൾ നിരന്തരം ആ കുട്ടീനെ നടത്താനുള്ള ഒരു ശ്രമമാണ്. ഉമ്മാനെ വിളിച്ചപ്പോഴും പറയും, ഇവരുടെ കാര്യത്തിൽ നമ്മൾ ഇവിടെ നടത്താനാണ് നോക്കേണ്ടത്. ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട് ബേസിക് നീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുക എന്നുള്ളതാണെന്ന് പറയും. ഞങ്ങൾ നിരന്തരം അവളെ വാക്കറിൽ മാത്രം നടത്തിക്കും, പാരലൽ ബാറിൽ നടത്തിക്കും. ഇവൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് അതാണ്. ഉമ്മാന്റെ അടുത്ത് പറയും, നിങ്ങൾ ഇതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ചെയ്യണം, അല്ലാതെ ഇവിടുന്ന് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. കാരണം തെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറാപ്പി സെന്ററിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല അത് അല്ലേ? അപ്പൊ അങ്ങനെ പറയും. പക്ഷെ ഇവരെപ്പോഴും ചെയ്യുന്നതാണെന്നറിയോ? സ്കൂൾ വണ്ടിയിൽ പോകുമ്പോൾ സ്കൂൾ വണ്ടിയിലോട്ട് കുട്ടീനെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് കൊടുത്തിട്ട് വണ്ടി കയറ്റിയിട്ടു. വണ്ടിയിൽ നിന്ന് പിന്നെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് സിറ്റൗട്ട് കൊണ്ടുപോയി. 2-3 ദിവസം ഞാൻ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്നു. 3-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം നമ്മൾ ഇങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒട്ടും റിസൾട്ട് ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന പരിശ്രമങ്ങളൊക്കെ പാഴായി പോകും. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവളെ നിങ്ങൾ കൈ പിടിച്ചിട്ട് നടത്തണം, അല്ലെങ്കിൽ വാക്കർ ഉണ്ടെങ്കിൽ നടത്തണം എന്ന് പറഞ്ഞു. ഫിനാൻഷ്യലി വാക്കർ വാങ്ങാൻ യാതൊരു പ്രയാസം അവർക്കില്ല. പക്ഷെ അവർ വാക്കർ വാങ്ങിച്ചിട്ടില്ല, അത് വേറെ കാര്യം. നിങ്ങൾ കൈ പിടിച്ച് നടത്തിക്കോന്ന് പറഞ്ഞു. അപ്പൊ അവര് പറയാം, മുറ്റത്തെല്ലാം ചിപ്സ് ആണ് ഇട്ടത്, കുട്ടീന്റെ കാലിൽ കൊണ്ടുപോകുക. 4-ാമത്തെ ഇവരെ കൺട്രോൾ ചെയ്തു. 4-ാമത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഇറക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഡോറ് തുറന്നിറങ്ങി, ഞാനും കൂടെ പിടിച്ച് കുട്ടീനെ ഇറക്കി. എടുക്കാൻ വരുന്നതിന് മുമ്പ് എന്നിട്ട് ഞാൻ കൈ പിടിച്ചിട്ട് സിറ്റൗട്ട് കൊണ്ടുവരാക്കി. അപ്പൊ അവരുടെ ഗ്രാൻഡ് പാരന്റ് ഒക്കെ നോക്കി, ഇവള് നടക്കുവോ, ഇവർക്ക് ഇങ്ങനെ നടക്കാൻ കഴിയുമോ? നമ്മുടെ സപ്പോർട്ട് ഉണ്ടായ കുട്ടി നടക്കും. കുട്ടിക്ക് ആദ്യമൊന്നും ശരിക്കല്ല, ഇങ്ങനെയൊക്കെയാ വെക്കുക. ഈ ഇവിടെ തട്ടൂല, നിലത്തങ്ങനെ നടപ്പിന്റെ ഭാഗം, ഈ ഹീലിന്റെ ഭാഗം അങ്ങനെ തട്ടൂല, ടച്ച് ചെയ്യൂല. അപ്പൊ അതിങ്ങനെ ഒരു ബോള് പോലെ ഇരിക്കുന്നത്, നമ്മളൊക്കെ പരന്നിട്ടല്ലേ, അങ്ങനെയാണ് ഒട്ടും ടച്ച് ചെയ്യാത്തത്. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര കൗതുകം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ നിങ്ങൾ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നത് എല്ലാം ഇങ്ങനെ തന്നെ വേണം, പിടിച്ചിട്ട് നമ്മൾ ചെയ്യിക്കണമെന്ന്. അങ്ങനെ ഇപ്പൊ അവർക്ക് എന്താ പറയാ, ഗവൺമെന്റ് തന്നെ വാക്കറൊക്കെ കിട്ടി. വാക്കർ കിട്ടിയതിനു ശേഷം ഞങ്ങൾ സ്കൂളിൽ നിന്ന് ചോദിച്ചു, പിള്ള മനസ്സിൽ കള്ളല്ലാന്ന് പറഞ്ഞവരെ ചോദിച്ചു, വാക്കറിലാണോ നടക്കല് ചോദിച്ചു. എന്ന് പറഞ്ഞത്. പിന്നെ ചോദിച്ചു, വാക്കറിലാണോ നടക്കല്, നീയാണോ നിന്റെ അനിയനാണോ ചോദിച്ചു. അനിയൻ ചെറിയ മോനെ, അപ്പൊ അവൻ കളിക്കാൻ വേണ്ടി. അപ്പൊ ഇവളിങ്ങനെ നിന്നു. പിന്നെ ചോദിച്ചു, അല്ല വാക്കർ ഇപ്പൊ എവിടെയാണുള്ളത്, പിന്നെ റാക്കിന്റെ മുകളിലാണോ തട്ടമ്പുറത്താണോ എവിടെയാ കിടക്കുന്നതെന്ന് ചോദിച്ചു. അവിടെ ഒന്നും അല്ല ഉള്ളത് ടീച്ചറെ, വാക്കർ കോണിക്കൂട്ടിലാണുള്ളത്. അപ്പൊ അതെന്ത് മനസ്സിലായി? അത് ഉപയോഗിച്ചിട്ടില്ല, അതൊട്ടും ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുമോ നമ്മൾ ചെയ്യുന്നതിന്? റിസൾട്ട് ഉണ്ടാവില്ല. അപ്പൊ ഈ പാരന്റിന്റെ അടുത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അതാക്കണം ഇങ്ങനെ പറയും. അപ്പൊ ഇവര് പല എക്സ്ക്യൂസസും പറയും, ഒരു കുട്ടിയുടെ വീട്ടിലെ ജോലി അതൊക്കെ പറയും. മാത്രമല്ല അതൊക്കെ ഓക്കെ, നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ. എന്നിട്ട് വേറൊരു കാര്യം പറഞ്ഞു, അതിലോട്ടാ വരുന്നത്. എന്നോട് പറഞ്ഞു, ഞങ്ങളിപ്പോ ഒരു ഉസ്താദിനെ കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ മാസം വിളിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ഒരു ഉസ്താദിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് തലച്ചോറിനാണ് പ്രശ്നമുള്ളത്, 6 മാസത്തിനുള്ളിൽ ഇവള് ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു. ഞാൻ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. നേരെ ഞാൻ സ്റ്റക്കായി പോയി. കാരണം +2 വരെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ആ കുട്ടിക്ക് 12 വയസ്സായി. കുട്ടിക്ക് ഇങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ വേറെ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടൊന്നും അല്ലെങ്കിൽ പോലും മൊബൈലിൽ സെർച്ച് ചെയ്യൂലേ കുട്ടിയുടെ കണ്ടീഷൻ എന്താ, കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലേ, അതിൽ നോക്കുമ്പോൾ അറിയാലോ സെറിബ്രൽ പൾസിയാണ്. അതിനെ കുറിച്ച് അന്വേഷിക്കാനും പഠിക്കാനും ഇവർ ശ്രമിക്കണ്ടേ? അത് ബ്രെയിനിന്റെ പ്രശ്നമാണെന്ന് ഈ ഉസ്താദ് പറഞ്ഞിട്ട് വേണം അവരറിയാൻ. അത് ഉറപ്പല്ലേ, ആർക്കായാലും മനസ്സിലാവില്ലേ ബ്രെയിനാണ് പ്രശ്നമുള്ളത് എന്നുള്ളത്, ആ കുട്ടിയെ കണ്ടാൽ തന്നെ. എന്നിട്ട് പറഞ്ഞു, ഉസ്താദ് 6 മാസത്തിനുള്ളിൽ നടത്തുമെന്ന് പറഞ്ഞു. അതോടുകൂടി എനിക്ക് ആകെ കൂടെ മനം പെടുത്തു. ഞാൻ വിചാരിക്കുക 2025 ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഇത്രയും യങ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമാണ്. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഇപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പൊ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഒരിക്കലും ഇതൊരു
മരുന്ന് കുടിച്ചാലോ മന്ത്രം കൊണ്ടോ മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമല്ല. ഇതൊരു കണ്ടീഷനാണ്. ഇത് ലൈഫ് ലോങ് ആ കുട്ടികൾ തുടർന്നുകൊണ്ടിരിക്കും. ഓട്ടിസം ആയാലും CP ആയാലും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആയാലും ലൈഫ് ലോങ് കണ്ടീഷനാണ്. ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഇത് നമുക്ക് തെറാപ്പി കൊടുക്കാം, ട്രെയിനിങ് കൊടുക്കാം, അങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാനാണ് പറ്റുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇനി പറയുന്നത്. അതിനാണ് ഏർലി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഏർലി ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. നേരത്തെ ഐഡന്റിഫൈ ചെയ്തിട്ട് നേരത്തെ അതിനകത്ത് ഇടപെടലുകൾ നടത്താം. എന്താണ് ഏർലി ഐഡന്റിഫിക്കേഷൻ എങ്ങനെ നടത്താൻ പറ്റും? നമുക്ക് കുട്ടികളുടെ മൈൽ സ്റ്റോൺ നോക്കാം, അല്ലെ? കുട്ടികളുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് ഏർലി ഐഡന്റിഫിക്കേഷൻ നടത്തേണ്ടതുണ്ടോ, കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ മനസ്സിലാകാം. ഓട്ടിസത്തിന്റെ കേസിലോട്ട് വരുമ്പോൾ നമ്മൾ ഫിസിക്കൽ മൈൽ സ്റ്റോൺ അങ്ങനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫിസിക്കലി അവർക്ക് അത്ര പ്രശ്നങ്ങൾ വരാറില്ല. അവർക്ക് പ്രശ്നം വരാറുള്ളത് കമ്മ്യൂണിക്കേഷനിലും സോഷ്യൽ ഇന്ററാക്ഷനിലുമാണ് പ്രശ്നം വരാറുള്ളത്. അപ്പൊ കുട്ടിയുടെ സോഷ്യൽ മൈൽ സ്റ്റോൺ, കമ്മ്യൂണിക്കേഷൻ, സ്പീച്ചിന്റെ മൈൽ സ്റ്റോൺ ഒക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഒരു 3 മാസം ആകുമ്പോഴത്തേക്ക് കുട്ടി സോഷ്യൽ സ്മൈൽ ഉണ്ടാവും. കുട്ടി അമ്മയെ അല്ലെങ്കിൽ കെയർ ടേക്കറെ തിരിച്ചറിയുന്നുണ്ടോ, അവരുടെ ശബ്ദം മനസ്സിലാകുന്നുണ്ടോ, അവരുടെ സാന്നിധ്യം കുട്ടിയെ സന്തോഷിപ്പിക്കുന്നുണ്ടോ, കുട്ടി അവരുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ടോ. അല്ലെങ്കിൽ ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടി എന്ത് ചെയ്യുന്നു? കുട്ടി ബാബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, സൗണ്ടുകൾ ഉണ്ടാക്കൂലേ, പാപ്പാ താത്ത എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പുണ്ട്. അങ്ങനെ ബാബ്ലിംഗ് കുട്ടി ചെയ്യുന്നുണ്ടോ? പിന്നെ നമ്മളെ എന്താണ് കുട്ടിയുടെ അമ്മ അല്ലെങ്കിൽ കെയർ ടേക്കറുമായിട്ട് ഒരു ഇന്റിമസി ഉണ്ടാവും. അമ്മയോട് ബാക്ക് ആൻഡ് ഫോർത്ത് കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മളിങ്ങനെ കൊഞ്ചിക്കില്ല മക്കളെ, അപ്പൊ അതിനനുസരിച്ച് ഈ കുട്ടി ബാബ്ലിംഗ് ചെയ്യുന്നുണ്ടോ. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ കുട്ടിക്ക് എക്സ്പ്രസീവ് ലാംഗ്വേജ്, റിസപ്റ്റീവ് ലാംഗ്വേജ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ അമ്മ അങ്ങനെ കൊഞ്ചിക്കുന്നതിനനുസരിച്ച് കുട്ടി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത്, അതുണ്ടാവും. അതുപോലെ നമ്മുടെ ടോൺ ചേഞ്ച്, നമ്മുടെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ടോണിൽ ഉണ്ടാകുന്ന ചേഞ്ച് കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ. അതെങ്ങനെയാ നമുക്കറിയാം? നമ്മൾ ചെറിയ കുട്ടികൾക്ക് ദേഷ്യപ്പെടുമ്പോ ഇവർ കരയുന്നില്ലേ, നല്ലോണം കൊഞ്ചിച്ച് സംസാരിക്കുമ്പോൾ ഇവർ ചിരിക്കുന്നില്ലേ? അതെന്താ? നമ്മുടെ ടോണിന്റെ ചേഞ്ച് ഇവർക്ക് മനസ്സിലാകുന്നോണ്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതുപോലെ ഇതൊരു 4 മുതൽ 6 മാസം വരെയൊക്കെ ഉണ്ടാകുന്ന സംഗതികളാണ്. അതുപോലെ ഒരു 7 മാസം മുതൽ ഏകദേശം 1 വയസ്സാകുമ്പോഴത്തേക്ക് ഇവരെന്താണ് ചെറിയ ചെറിയ സൗണ്ടുകള്, ഗസ്റ്റേഴ്സ് ഇതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടോ. നമ്മൾ നോ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ബൈ ബൈ ടാറ്റ ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഫ്ലൈങ് കിസ് കൊടുക്കുമ്പോൾ ഇതൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഇവർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ സ്ട്രേഞ്ചർ ആൻസൈറ്റി ഉണ്ടെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാവുക? അപ്പോഴത്തേക്കും അമ്മയായിട്ടുള്ള ഒരു ഇന്റിമസി ഉണ്ടാവും. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് കുട്ടിയെ എങ്ങനെ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ കൈ കാണിക്കുമ്പോൾ കുട്ടി എന്താ അമ്മയെ നെറുക്കി നോക്കും, അല്ലെ? അതെന്താണ്ടാ? ഇത് എന്റെ അമ്മയാണെന്ന് മനസ്സിലാകുന്നോണ്ടും മറ്റത് സ്ട്രേഞ്ചർ ആണ്, ഞാൻ അറിയാത്ത ഒരാളാണ്, പോയാൽ എന്താവും എന്നുള്ളൊരു സ്ട്രേഞ്ചർ ആൻസൈറ്റി കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ ക്ലാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഫ്ലൈങ് കിസ് കൊടുക്കുക, ടാറ്റ കൊടുക്കുക, ബൈ ബൈ പറയാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇതൊക്കെ ഒരു 7 മുതൽ 1 വയസ്സ് വരെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ പേര് വിളിച്ചാൽ അവര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, ചെറിയ ചെറിയ ഒബ്ജക്റ്റിനൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ, സ്ഥിരമായിട്ട് കാണുന്ന ഒബ്ജക്റ്റിനൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഒരു വയസ്സ് മുതൽ പിന്നെ 1.5 വയസ്സിനിടയിൽ എന്താണ് കുട്ടികള് അവരുടെ ഒന്നുകൂടി ഇന്റിമസി കൂടും. ഈ അമ്മയായിട്ടുള്ള അല്ലെങ്കിൽ കെയർ ടേക്കറായിട്ടുള്ള ഇന്റിമസി ഒന്നുകൂടെ കൂടും. അതുപോലെ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ ഡ്രസ്സ്, അവരുടെ ഷൂ അല്ലെങ്കിൽ അവരുടെ ടോയ്സ് ഒക്കെ നമ്മളുമായിട്ട് കാണിച്ചു തരുന്നില്ല, അങ്ങനെ അവരതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടോ. അതുപോലെ ഒബ്ജക്റ്റിനെ അതല്ലെങ്കിൽ ആളുകളെ ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ട് കാണിക്കുന്നതോ. അപ്പൊ നിനക്ക് ആരെ ഇഷ്ടം, അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ ഏതോ നിനക്ക് വേണ്ട ചോദിക്കുമ്പോൾ അങ്ങനെ പോയിന്റ് ചെയ്യുന്നുണ്ടോ. അങ്ങനെ പോയിന്റ് ചെയ്തിട്ട് വ്യക്തികളെയും ഒബ്ജക്റ്റിനെയൊക്കെ കാണിക്കാൻ പറ്റുന്നുണ്ടോ. പിന്നെ ചെറിയ ചെറിയ കമാൻഡ്സ്, ഇങ്ങോട്ട് വാ, അതെടുക്ക്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ. പിന്നെ ആ ഒരു വയസ്സാകുമ്പോഴത്തേക്കും കുട്ടി എന്താണ് ഒരു 10-20 സിമ്പിൾ വേർഡ്സ് ഒക്കെ പറയാൻ പഠിച്ചിട്ടുണ്ടാവും. ഏകദേശം ഒരു 7-9 മാസം ആകുമ്പോൾ തന്നെ മീനിങ് ഫുൾ ആയിട്ടുള്ള 2 വേർഡ്സ് ഒക്കെ കുട്ടി പറയും. 1 വയസ്സ് 1.5 വയസ്സിനിടയിൽ 10-20 സിമ്പിൾ വേർഡ്സ് കുട്ടി പറഞ്ഞിരിക്കണം. പിന്നെ 1.5 വയസ്സ് മുതൽ 2 വയസ്സ് വരെ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് പാരലൽ പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പാരലൽ പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി മറ്റൊരു കുട്ടിയുടെ അടുത്ത് പോയിട്ട് ഇരിക്കുക, ഒരേ ടോയ്സ് വെച്ച് കളിക്കുക. ഇവര് ഒന്നും ഷെയർ ചെയ്യുന്നില്ല, ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല.
ഇയാളുടെ കളി കളിക്കുന്നു, മറ്റേയാളുടെ കളി കളിക്കുന്നു. പക്ഷെ ഒരു കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിയുടെ അടുത്ത് പോയിട്ട് ഇരിക്കുന്നുണ്ട്. അതെന്താണ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷന്റെ ആദ്യ പടിയാണത്, അല്ലെ? ഒരാളെ കളിക്കുമ്പോൾ അവിടെ പോയിട്ട് ഇരിക്കാനുള്ള ഒരു മെന്റാലിറ്റി അങ്ങനെ വരുന്നതല്ലേ. അപ്പൊ പാരലൽ പ്ലേ എന്നാണ് പറയാ. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ 2 വയസ്സാകുമ്പോൾ ഒരു 50ഓളം വേർഡ്സ് കുട്ടിയുടെ വൊക്കാബുലറിയിൽ ഉണ്ടായിരിക്കണം. അതുണ്ടാവും. ചെറിയ ചെറിയ സൗണ്ട്സ്, വേർഡ്സ് ഒക്കെ അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അതുപോലെ 2 വേർഡ്സ് ഒക്കെയുള്ള ചെറിയ സെന്റൻസ് അവർ മേക്ക് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ 2 വയസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇനി ഒരു 2-3 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടികളുടെ വൊക്കാബുലറി ഏകദേശം 200 മുതൽ 1000 വേർഡ്സ് വരെ എത്തിയിട്ടുണ്ടാവും. മാത്രമല്ല ആദ്യം 2 വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് സെന്റൻസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇപ്പൊ അവരെന്ത് ചെയ്യും, 3-4 വേർഡ്സ് ഉപയോഗിച്ചിട്ട് അവര് സെന്റൻസ് ഉണ്ടാക്കിയിരിക്കും. അതുപോലെ ഞാൻ, എന്റെ, അങ്ങനെയുള്ള ഒരു സെൽഫ് പിന്നെ ഇൻഡിക്കേഷൻ ഒക്കെ അവര് യൂസ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ പ്രൊനൗൺസ് യൂസ് ചെയ്യാൻ തുടങ്ങും. ഞാൻ, നിന്റെ, നീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊനൗൺസ് യൂസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ പ്രപ്പോസിഷൻസ്, ഇൻ, ഓൺ, അറ്റ്, അങ്ങനെയുള്ള പ്രപ്പോസിഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും. ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങും. എന്താ, എങ്ങനെയാ, അതൊക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. ഇതൊക്കെ 3 വയസ്സിലുണ്ടാവുന്ന സ്പീച്ച്, ലാംഗ്വേജ് അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷനുള്ള മൈൽസ്റ്റോണുകൾ. ഒരുപാടുണ്ട്, ഞാൻ ഏകദേശം കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള മൈൽസ്റ്റോണുകളൊക്കെ ഇവിടെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഈ കുട്ടികൾക്ക് ഉണ്ടോ, സംതിങ് റോങ് എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഉടനെ മെഡിക്കൽ അറ്റൻഷൻ നമ്മൾ നേടിയിരിക്കണം. അവിടെ എപ്പോഴും ഒരു പാരയായിട്ട് വരുന്നത് ഗ്രാൻഡ് പാരന്റ്സ് ആണ്. ഗ്രാൻഡ് പാരന്റ്സ് സ്നേഹത്തോട് പറയും, അവർ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി തെറ്റാണ്. അവരെന്താ പറയാ, എന്റെ മോൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞിട്ട് ഇനി അവന് പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിലാ പറയാം. ഇവർ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്, പക്ഷെ അങ്ങനെയല്ല സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അവർ ഇതും കൂടെ പറയും, എന്റെ എളപ്പാക്ക് അങ്ങനെ ഉണ്ട്, മുത്തപ്പാന്റെ മോൻ ഇങ്ങനെ ഉണ്ട്, അതൊക്കെ എന്ത് ശരിയായിക്കോളും, കുറച്ച് കഴിഞ്ഞാൽ റെഡിയാവും, അതൊക്കെ സാധാരണ തന്നെയാണെന്നുള്ള രീതിയിൽ അവർ പറയും. പക്ഷെ നമ്മളത് കേട്ടോണ്ടിരിക്കാൻ പാടില്ല. നമ്മുടെ കുട്ടിയാണ്, പാരന്റ്സിന്, ഗ്രാൻഡ് പാരന്റ്സിന് അറിവില്ലാത്തത് കൊണ്ടാണ് അവർ പറയുന്നത്. അപ്പൊ അവരെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കണം, അവരെ കൺവിൻസ് ചെയ്യിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെഡിക്കൽ അറ്റൻഷൻ തേടണം. നമ്മളൊരു ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യനെ അതല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെ നമ്മൾ സമീപിക്കണം. പിന്നീട് അവരുടെ ഗൈഡൻസിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇതാണ് ഏർലി ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ കുട്ടിയുടെ ഡെവലപ്മെന്റൽ മൈൽസ്റ്റോണിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ മെഡിക്കൽ അറ്റൻഷൻ നേടണം. അങ്ങനെ ഏർലി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നേരത്തെ ഇന്റർവെൻഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എന്താണ് ഏർലി ഇന്റർവെൻഷൻ? അതായത് ഓട്ടിസം ഉള്ള കുട്ടിയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടികൾക്ക് വേണ്ടുന്ന സ്പെഷ്യലൈസ്ഡ് സപ്പോർട്ട്സും തെറാപ്പി സർവീസസും ഒക്കെ എത്ര നേരത്തെ നൽകാൻ കഴിയുമോ അത്രയും നേരത്തെ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏർലി ഇന്റർവെൻഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം മിക്കവാറും ഒരു 6 വയസ്സിന് മുമ്പ് തന്നെ അത് കൊടുത്തിരിക്കണം. അപ്പോഴാണ് റിസൾട്ട് ഉണ്ടാവുക. അതിനൊരു ഔട്ട്കം ഉണ്ടാവണമെങ്കിൽ നേരത്തെ സർവീസസ് ഒക്കെ കുട്ടികൾക്ക് സമയബന്ധിതമായിട്ട് കുട്ടികൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച റിസൾട്ട്. ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്താ ഇതിന്റെയൊക്കെ ഒരു അങ്ങേയറ്റത്ത് റിസൾട്ട് എന്താ, ഈ കുട്ടിയുടെ ലൈഫിൽ മാക്സിമം ഇൻഡിപെൻഡന്റ് ആവുക, ആരെയും ആശ്രയിക്കാതെ അവനവന്റെ ഈറ്റിംഗ്, ടോയ്ലറ്റിംഗ്, ബ്രഷിംഗ്, ബാത്തിങ്, ഗ്രൂമിംഗ്, ഡ്രസ്സിംഗ്, അൺഡ്രസ്സിംഗ്, മണി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, ക്ലോക്ക് റീഡിംഗ്, കലണ്ടർ റീഡിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൽ വൊക്കേഷണൽ സ്കില്ലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി സ്വയം പര്യാപ്തമാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു തൊഴിലിലെ കുട്ടി എത്തിച്ചേരാൻ കുട്ടിക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാകും. ഇതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അല്ലാതെ ഈ കുട്ടി കുറെ സാഹിത്യം പഠിച്ചിട്ട് അങ്ങനെയൊന്നും കാര്യമില്ല. ഇവരുടെ ഫങ്ഷണൽ ആയിട്ടുള്ള റീഡിങ്, റൈറ്റിംഗ്, അരിത്തമെറ്റിക് കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് വേണ്ടത്. ഇവർക്ക് നമ്മൾ എഴുതാനും വായിക്കാനും പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്താണ്, ബസ്സിന്റെ ബോർഡ് വായിക്കണം, അവനവന്റെ പേരും അഡ്രസ്സും വായിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവരെ നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത്. അതിനുശേഷം വേറെ എന്ത് പഠിപ്പിക്കാം, ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ ആദ്യം ഇവരെന്താണ്, അവരുടെ ലൈഫിൽ ഇൻഡിപെൻഡന്റ് ആക്കാൻ പറ്റുന്ന സ്കില്ലുകളാണ് ആദ്യം പഠിപ്പിച്ചെടുക്കേണ്ടത്. അതിനെന്ത് വേണം, നേരത്തെ നമ്മൾ ഇന്റർവെൻഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് ഏർലി ഡയഗ്നോസിസിന്റെ ഒരു ഗുണങ്ങൾ എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, ഏർലി ആക്സസ് ടു ഇന്റർവെൻഷൻ. അതായത് ഇന്റർവെൻഷൻസ് നേരത്തെ ഡയഗ്നോസ് ചെയ്താൽ നേരത്തെ എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർവെൻഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ നേരത്തെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടി വൈകി തുടങ്ങുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ നേരത്തെ ഇന്റർവെൻഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. പിന്നെ എന്താണ്, ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കുട്ടികൾക്ക്
അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താൻ കഴിയും. ചിലപ്പോൾ ആർട്ടിക്കുലേഷൻ ഒന്നും ക്ലിയർ ഉണ്ടാവില്ല. അപ്പൊ ആർട്ടിക്കുലേഷൻ ഉണ്ടാക്കിയെടുക്കണം. വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യണം. അതിൽ തന്നെ സെന്റൻസ് മേക്ക് ചെയ്യാൻ പഠിപ്പിക്കണം, വേർഡ് ഫോം ചെയ്യാൻ പഠിപ്പിക്കണം, ഇവര് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പഠിപ്പിക്കണം, അവനവന്റെ നീഡ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിക്കണം, ഇല്ലേ? ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പഠിപ്പിക്കണം, അവരവരെ ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പഠിപ്പിക്കണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. സ്പീച്ച് ലാംഗ്വേജ് നന്നായിരിക്കണം. ഇതൊരു സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ് സേവനം നമ്മൾ കുട്ടികൾക്ക് വളരെ വളരെ നേരത്തെ കൊടുക്കണം. അപ്പൊ നേരത്തെ ഡയഗ്നോസ് ചെയ്താലല്ലേ നേരത്തെ തുടങ്ങാൻ പറ്റുള്ളൂ. അതാണ് ഒരു ഗുണം. മറ്റൊരു ഗുണം ബെറ്റർ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്. ഈ കുട്ടികൾക്ക് സോഷ്യൽ സ്കില്ലുകൾ, ഇമോഷണൽ റെഗുലേഷൻസ്, അതുപോലെ റിലേഷൻഷിപ്പ്, ഇതിനെ കുറിച്ചൊക്കെ നേരത്തെ ഇവർക്ക് ധാരണകൾ ഉണ്ടായിരിക്കണം. അത് നമ്മളൊരു സൈക്കോളജിസ്റ്റിന്റെ സേവനം, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ഒരു സേവനം നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ആകുമ്പോഴാണ് കുട്ടി സോഷ്യലി ഇന്ററാക്ട് ചെയ്യാൻ കൂടുതൽ താല്പര്യം കാണിക്കുള്ളൂ. സോഷ്യൽ ഐസൊലേഷൻ ഭാവിയിൽ, ഓട്ടിസം കുട്ടിയല്ലേ, അപ്പൊ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന സോഷ്യൽ ഐസൊലേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? സോഷ്യൽ സ്കില്ലുകൾ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ, റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ നേരത്തെ തന്നെ അതിനൊക്കെ ട്രെയിനിങ് ഉണ്ട്. അതുപോലെ എൻഹാൻസ്ഡ് ലേണിംഗ് ആണ് കൊഗ്നിറ്റീവ് സ്കിൽ. അതാണ് മറ്റൊരു ഗുണം. നേരത്തെ ഐഡന്റിഫൈ ചെയ്യുന്നതുകൊണ്ടുള്ള മറ്റൊരു ഗുണം ലേണിംഗ് കൊഗ്നിറ്റീവ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഇവരെ ഒരുപാട് സംഗതികളൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് എന്താണ് പഠിപ്പിക്കേണ്ടത്? ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇവരുടെ ഡേ ടു ഡേ ലൈഫിൽ മുന്നോട്ട് പോകാൻ പാകത്തിനുള്ള എഴുത്തും വായനയും കണക്കുമാണ് ഇവരെ പഠിപ്പിക്കേണ്ടത്. അത്യാവശ്യം കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഇവർക്ക് അറിയണം, ഇല്ലേ? അതുപോലെ എങ്ങോട്ടെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ അറിയണമെങ്കിൽ എന്ത് വേണം? കണക്കറിഞ്ഞിരിക്കണം. ഒരു ബസ്സിൽ കയറുമ്പോൾ ബസ്സിന്റെ ബോർഡ് വായിക്കാൻ അറിയണം. പിന്നെ അതുപോലെ കണ്ടക്ടർ പൈസ കൊടുക്കുമ്പോൾ അതിന്റെ ബാക്കി വാങ്ങിക്കാൻ അറിയണം. എത്ര പൈസയാണെന്നുള്ളത് നോക്കിയിട്ട് അറിയണം. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? മണി മാനേജ്മെന്റ് കുട്ടി അറിഞ്ഞിരിക്കണം. അപ്പൊ 50 രൂപ നോട്ട് കണ്ടാൽ 50 രൂപയാണ് തിരിച്ചറിയണം. അങ്ങനെ ഓരോ പൈസയും കുട്ടി തിരിച്ചറിയാൻ പഠിപ്പിക്കണം. അതെങ്ങനെ മാനേജ് ചെയ്യാന്ന് പഠിപ്പിക്കണം. ഇങ്ങനെയുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫങ്ഷണൽ റീഡിങ്, ഫങ്ഷണൽ റൈറ്റിംഗ്, ഫങ്ഷണൽ അരിത്തമെറ്റിക്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇവർക്ക് നേരത്തെ അത് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ. അതുപോലെ കലണ്ടർ റീഡിങ്, ക്ലോക്ക് റീഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികൾ പ്രത്യേകിച്ച് കലണ്ടർ റീഡിങ് പഠിപ്പിക്കണം. കാരണം അവർക്ക് പീരീഡ്സും കാര്യങ്ങളൊക്കെ വരാനുള്ളതാണ്. അപ്പൊ അതിനൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കലണ്ടർ റീഡിങ് പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ ക്ലോക്ക് റീഡിങ് ഒക്കെ മസ്റ്റ് ആയിട്ട് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എഡ്യൂക്കേഷൻ കാര്യങ്ങളിൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സ്കില്ലുകളൊക്കെ പഠിപ്പിച്ചെടുക്കുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ നേരത്തെ ഇവർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നേരത്തെ ട്രെയിനിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യണം. നേരത്തെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നേരത്തെ നമ്മൾ ഡയഗ്നോസ് ചെയ്യണം. അതുപോലെ റെഡ്യൂസ്ഡ് ചാലഞ്ചിങ് ബിഹേവിയേഴ്സ്, ഒരുപാട് ചാലഞ്ചിങ് ബിഹേവിയേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. റെപ്പിറ്റേറ്റീവ് ബിഹേവിയേഴ്സ് ഉണ്ടാവും, അല്ലെ? സെൻസറി ഇഷ്യൂസ് ഒരുപാട് ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, അങ്ങനെ സോഷ്യൽ ഇന്ററാക്ഷൻ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഇത്തരം റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ചാലഞ്ചിങ് ബിഹേവിയറുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? നേരത്തെ ഡയഗ്നോസ് ചെയ്തിട്ട് ഇന്റർവെൻഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഇൻക്രീസ് ഇൻഡിപെൻഡൻസ്, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. എന്ത്? ഈ കുട്ടിയെ അവരുടെ ജീവിതത്തിൽ മാക്സിമം ഇൻഡിപെൻഡന്റ് ആക്കി മാറ്റുക, മാക്സിമം കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രാപ്തമാക്കുക എന്നുള്ളത്. അവർക്കൊരു വൊക്കേഷണൽ രീതിയിലൊക്കെ അവരെത്തിക്കുക, അവർ തൊഴിൽ കൊടുക്കുക, പിന്നെ അവർക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കുക. അപ്പൊ ആ രീതിയിലേക്കൊക്കെ അവർ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ കണ്ടീഷൻ, അതായത് ഓട്ടിസം എന്നുള്ള ആ ഒരു കണ്ടീഷൻ നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് നേരത്തെ ഇടപെടലുകൾ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഒരു വൊക്കേഷണൽ പരമായിട്ട് ഒരു തൊഴിൽ രംഗത്തേക്കൊക്കെ കുട്ടി എത്തുമ്പോൾ എന്ത് വേണം? എല്ലാ സ്കില്ലുകളും വേണം കുട്ടിക്ക്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, ഇമോഷണൽ റെഗുലേഷൻ വേണം, അല്ലെ? അബ്സ്ട്രാക്ട് ലാംഗ്വേജും കാര്യങ്ങളും കുട്ടിക്ക് മനസ്സിലാവണം. റിപ്പറ്റേറ്റീവ് ബിഹേവിയറുകൾ കുറെ കുറഞ്ഞിട്ടുണ്ടായിരിക്കണം, അല്ലെ? സെൻസറി ഇഷ്യൂസ് ഒക്കെ അവിടെ മാനേജ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമല്ല ഒരു തൊഴിലിടത്തിൽ എല്ലാവരെയും പോലെ കുട്ടിക്ക് തൊഴിലെടുക്കാൻ സാധിക്കുള്ളൂ. നേരത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതും നേരത്തെ ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതും വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ചുറ്റുവട്ടത്തിൽ അത്തരം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കണം. വൈകിപ്പിക്കാതെ തന്നെ മെഡിക്കൽ അറ്റൻഷൻ നേടാൻ അവരോട് നമ്മൾ ഉപദേശിച്ചു കൊടുക്കണം. ഇനി എന്തൊക്കെ തരത്തിലുള്ള ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് ആണുള്ളത്? കുട്ടികളുടെ ബിഹേവിയറൽ ഇഷ്യൂസ് എല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ABA ആണ് പ്രധാനമായിട്ട് നമുക്ക് കൊടുക്കുന്നത്, അപ്ലൈഡ് ബിഹേവിയറൽ അനാലിസിസ്. അപ്പൊ ഇതിൽ ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ കുട്ടികളെ ലൈക്ലി ബിഹേവിയറുകളൊക്കെ കൂട്ടാനും മോശപ്പെട്ട ബിഹേവിയറുകളൊക്കെ കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അവിടെ നടത്തുക. അവിടെ റെപ്പറ്റേറ്റീവ് ബിഹേവിയറുകളൊക്കെ പരമാവധി കുറക്കാൻ ശ്രമിക്കും. അത് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകണമെന്നില്ല, കാരണം അത് ഇവരുടെ കീ ക്യാരക്ടറിസ്റ്റിക് ആണ്. പക്ഷെ ഒരു പരിധി വരെ നമുക്കത് കുറച്ചുകൊണ്ട് വരാൻ കഴിയും. അതുപോലെ പുതിയ സ്കില്ല് പഠിക്കാനും എന്ത് ചെയ്യാം? ABA യൂസ് ചെയ്യാം, പുതിയ സ്കില്ല് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ ABA ആണ് ഒരു മെത്തേഡ്.
പിന്നെ സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി, നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ, സ്പീച്ച് ലാംഗ്വേജ് ഇതൊക്കെ മെച്ചപ്പെടുത്തിയിരിക്കുന്നത് സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ സേവനം എന്തായാലും ഉപയോഗപ്പെടുത്തണം. കാരണം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിക്ക് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, അത് ഉറപ്പാണ്. പിന്നെ ഒക്യുപേഷൻ തെറാപ്പി വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സെൻസറി ഇഷ്യൂസ് ഉറപ്പായിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു സെൻസറി ഇഷ്യൂസും ഇല്ലാത്തൊരു ഓട്ടിസ്റ്റിക് കുട്ടികളില്ല. ആ സെൻസറി ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ് ആണ്. അതുപോലെ കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ്, അവരുടെ ദൈനംദിന ജീവിതമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന സ്കില്ലുകൾ, അവരുടെ ഈറ്റിംഗ്, ടോയ്ലറ്റിംഗ്, ബാത്തിങ്, ഡ്രസ്സിംഗ്, അൺഡ്രസ്സിംഗ്, ഗ്രൂമിംഗ്, അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടല്ലോ, മണി മാനേജ്മെന്റ്, ടൈം, ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഏരിയൽ സ്കില്ലുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ് ആണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഫൈൻ മോട്ടോർസ്. ഫൈൻ മോട്ടോർ സ്കില്ലുകൾ ഇവർക്ക് കുറവായിരിക്കും. അധികം പേർക്കും അങ്ങനെ കുറവായിട്ടാണ് കാണാറുള്ളത്. പിന്നെ അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആരാണ്? ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ് ആണ്, അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഒക്യുപേഷൻ തെറാപ്പിസ്റ്റിന്റെ സേവനം നിർബന്ധമായിട്ടും ഒരു ഓട്ടിസം കുട്ടികൾക്ക് നമ്മൾ ലഭ്യമാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇനി സോഷ്യൽ സ്കിൽ ട്രെയിനിങ്, അതുപോലെ സോഷ്യൽ സ്കിൽ ട്രെയിനിങ്, പിന്നെ ബിഹേവിയർ, അതൊക്കെ എന്താ ബിഹേവിയർ സ്കിൽ ട്രെയിനിങ്, അതൊക്കെ കൊടുക്കേണ്ടത് ആരാണ്? നമ്മളെ പോലുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, സൈക്കോളജിസ്റ്റ്, അവരൊക്കെ ചെയ്യേണ്ടതാണ്. അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സോഷ്യൽ ഇന്ററാക്ഷൻ കൂട്ടാനുള്ള കുറെ ആക്ടിവിറ്റീസ് കൊടുക്കും. ഇപ്പൊ ഡാൻസ് തെറാപ്പി കൊടുക്കും, ഡ്രാമ തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഗതികളുണ്ട്. അതുപോലെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒരുപാട് കൊടുക്കും. അതിന് അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളെ ഇവരുടെ ഗ്രൂപ്പിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവസരം കൊടുക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാട് ചെയ്യിക്കും. അങ്ങനെയാണ് സോഷ്യൽ ഇന്ററാക്ഷൻ, സോഷ്യൽ സ്റ്റോറീസും ഒക്കെ വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുക. അങ്ങനെയാണ് സോഷ്യൽ ഇന്ററാക്ഷന് നമ്മൾ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരുന്നത്. ഇനി പാരന്റൽ ഇൻവോൾവ്മെന്റ് ആൻഡ് ഹോം ബേസ്ഡ് സ്ട്രാറ്റജീസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ തെറാപ്പിസ്റ്റ് സെന്ററിൽ വെച്ചിട്ട് എന്ത് മെനക്കെട്ടിട്ടും കാര്യമില്ല, പാരന്റ് വീട്ടിൽ പോയിട്ട് ഇത് ചെയ്തിട്ടില്ല എങ്കിൽ ഇതിനൊന്നും റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം നമ്മുടെ ഈ റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽസ് ഒക്കെ നേരിടുന്ന ഒരു വെല്ലുവിളിയാണത്. നമ്മളിത് ഒരുപാട് ട്രെയിനിങ്, തെറാപ്പി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും, പക്ഷെ റിസൾട്ട് ഉണ്ടാവില്ല. എന്നിട്ട് പാരന്റ് പറയും അതെന്താണ് അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടെ പോയിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. തെറാപ്പി സെന്ററിൽ എന്താണോ നടക്കുന്നത് അത് ഈ പാരന്റ് വീട്ടിലും അതുപോലെ ഫോളോ ചെയ്താൽ മാത്രമേ റിസൾട്ട് കാണുള്ളൂ. ഒരിക്കലും തെറാപ്പി സെന്ററിൽ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ട്രെയിനിങ്ങും തെറാപ്പിയും ഒന്നും. അത് ഈ കുട്ടി വളർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നടക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് നടക്കുന്ന ആ കുട്ടീനെ കാര്യം സ്കൂളിൽ മെനക്കെടാണ് ഇതിനെ നടത്താൻ വേണ്ടിയിട്ട്. പക്ഷെ വീട്ടിൽ ഇതൊന്നും ചെയ്യുന്നില്ല. വീട്ടിൽ അവർക്ക് ഈ സൗകര്യമാണ്, കുട്ടീനെ ടോയ്ലറ്റിൽ കൊണ്ട് എടുത്തുകൊണ്ടുപോകും. കാരണം അവർക്ക് ടൈം വേസ്റ്റ് ആവുന്നില്ലല്ലോ. ഈ കുട്ടി തന്നെ ഡ്രസ്സൊക്കെ ഉമ്മ അഴിച്ചു കൊടുക്കും. അപ്പൊ അവിടെ ഒന്നും ഉമ്മക്ക് ടൈം വേസ്റ്റ് ആവണില്ല, വീട്ടിലെ പണികൾ ഉമ്മക്ക് എടുക്കാം. പക്ഷെ നമ്മുടെ ഈ കുട്ടീനെ മെനക്കെടുമ്പോ ബാക്കി കുട്ടികളൊന്നും നമുക്ക് നോക്കാൻ പറ്റുന്നില്ല. ഈ ഒരു കുട്ടീയുടെ മേൽ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവുന്നുണ്ട്, പക്ഷെ നമ്മളത് നോക്കുന്നില്ല. നമ്മുടെ ഇവിടെ എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പാരലൽ ബാഗ് നടത്തുന്നു. ഈ ടോയ്ലറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള മൂവ്മെന്റ്സ് ഒക്കെ എന്താണ് മറ്റേ വാക്കർ ഉപയോഗിച്ചിട്ട് അതിലാണ് നടക്കുന്നത്, വാക്കറിന്റെ സപ്പോർട്ടിൽ. ഇതിനൊക്കെ നമുക്ക് ഒരുപാട് ടൈം പിന്നെ നഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ നമ്മളത് നോക്കുന്നില്ല. ഇതുപോലെ വീട്ടിൽ നിന്ന് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതുപോലെ വേറൊരു പാരന്റ് ഉണ്ട്, സ്പീച്ച് തെറാപ്പി നമ്മുടെ സ്കൂളിലില്ല, അപ്പൊ പുറത്ത് കൊണ്ടുപോകില്ല, ഞങ്ങളിൽ കൊണ്ടുപോകും. സ്പീച്ച് തെറാപ്പി എല്ലാ ആഴ്ചയിലും കൊണ്ടുപോകുന്നുണ്ട്, ഒരു മാറ്റവും കാണാനില്ല. ഞങ്ങൾ ഈ പാരന്റിനോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ തെറാപ്പി സെന്ററിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് മാറ്റമൊന്നും കാണുന്നില്ലല്ലോ, തെറാപ്പിസ്റ്റിനായിട്ട് നിങ്ങൾ ചോദിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇവര് ഒരു അഴകുഴച്ച് മറുപടി. അപ്പൊ അതിലൊരു തൃപ്തി വരാതെ ഞാൻ ആ തെറാപ്പിസ്റ്റിന്റെ നമ്പർ അവരറിയാതെ ഒക്കെ സംഘടിപ്പിച്ചിട്ട് ഞാൻ അവരെ വിളിച്ചു, എന്താ നടക്കുന്നത് ചോദിച്ചു. പാരന്റിന് എനിക്ക് പേഴ്സണൽ അറിയാം. അപ്പൊ അവര് പറഞ്ഞു അവരങ്ങനെ റിസൾട്ട് കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം അവര് പിന്നെ അവിടെ വരുന്നൊക്കെ ഉണ്ട്, ആഴ്ചയിൽ ഒരിക്കലല്ലേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ വരുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ അനുസരിച്ച് ഒരു മാറ്റം കാണണ്ടേന്ന് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു അവരോട്, ഈ പാരന്റ് ഇതൊക്കെ വീട്ടിൽ പോയിട്ട് ചെയ്യിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു അവരോട് ചോദിക്കുമ്പോ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു റിപ്ലൈ ആണ് അവർ തരുന്നതെന്ന്. പക്ഷെ അതല്ല, അത് കള്ളമാണ്. കാരണം ആ കുട്ടി ഞങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന കുട്ടി ആയതുകൊണ്ട് നമുക്കറിയാം ഇവരെ പിടിച്ചാൽ കിട്ടില്ല. ആ പിടിച്ച് കിട്ടേണ്ടുന്ന പ്രായത്തിൽ ഇവരെ ലൂസാക്കി വിട്ടു. ഇപ്പൊ ഇവരെ വായിക്കാനോ പഠിക്കാനോ ഒന്നും വിളിച്ചാൽ ഇവ വരില്ല. ആരെ പേടിയില്ലാത്തൊരവസ്ഥയ്ക്ക് ഇവരെത്തി. നമ്മുടെ സ്കൂളിൽ നല്ല പേടി, നമ്മൾ ആ സ്ട്രിക്റ്റിൽ നിർത്തുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലേ ഇവരനുസരിക്കും. പക്ഷെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം വീട്ടിൽ പോയി ആ കുട്ടിക്ക് എങ്ങനെ റിസൾട്ട് ഉണ്ടാവാനാണ്? അപ്പൊ പാരന്റൽ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സാധാരണ കുട്ടികളെ സ്കൂളിൽ പഠിച്ചാലും വീട്ടിൽ വന്നിട്ട് നമ്മൾ ഇരുത്തി പഠിപ്പിക്കുന്നില്ലേ?
സാധാരണ കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവരെ നമ്മൾ അതിനേക്കാളും സപ്പോർട്ട് ചെയ്യണ്ടേ? ഇവരെ ഓരോ കാര്യത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം, പഠനത്തിൽ മാത്രമല്ല. ഇവരെ ഓരോ ബിഹേവിയർ നമ്മൾ കൂടെ നടന്നിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, വേറൊരു പാരന്റ് എന്റെ അടുത്ത് വരുന്നത്, എന്റെ ഒരു പേഴ്സണൽ കേസാണ്. അവര് ഇതുപോലെ എല്ലായിടത്തും ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകും. ആ കുട്ടിയുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യം ചെയ്യാൻ ഈ പാരന്റ് വില്ലിങ് ആണ്, ഈ ഉമ്മ. എല്ലായിടത്തും കൊണ്ടുപോകും. അത് അപ്രിഷിയേറ്റബിൾ ആണ്. ഞാൻ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും മെനക്കെടുന്ന ഒരു പാരന്റ് നിങ്ങളെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മുടെ സ്കൂളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ആ കുട്ടി പെട്ടെന്ന് ഡൗൺ സിൻഡ്രോം കുട്ടിയാണ്, പെട്ടെന്ന് എഴുത്തും വായനയൊക്കെ പഠിച്ചു കഴിഞ്ഞു. അതൊക്കെ നല്ല കാര്യം. പക്ഷെ അവർക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഈ കുട്ടീനെ കൈ വിടില്ല, എപ്പോഴും കൈ പിടിച്ചിട്ടാണ് നടക്കുക. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് പ്രായോഗിക ബുദ്ധിയില്ല, ഒട്ടുമില്ല. നമ്മൾ ബെഞ്ച് പിടിച്ചിട്ട് അപ്പുറത്തേക്ക് ഇടാൻ പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ പിടിക്കാൻ പറയുന്നത് അവിടെ മാത്രം പിടിക്കും. ഇപ്പുറത്തുള്ള ബെഞ്ച് ഉണ്ടാവും, അവിടെ ഒന്ന് താങ്ങണം. അല്ലാതെ ഇവന് തോന്നുന്നില്ല അത് മറിയാണ്, ഞാൻ ഇവിടെ കൊണ്ട് സപ്പോർട്ട് ചെയ്യട്ടെ എന്നുള്ളൊരു ബുദ്ധി ഇവനില്ല. അതെന്തുകൊണ്ടാ? ഉമ്മ കുട്ടീനെ കൈ അഴിച്ചു വിടുന്നില്ല. കുറച്ചൊക്കെ ഇവനെ ഒറ്റയ്ക്ക് വിടണം. ഇതെല്ലായിടത്തും പിടിച്ചിട്ടാണ് നമ്മൾ LKG പഠിക്കുന്ന കുട്ടിയെ എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് ആ രീതിയിൽ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടത്തുവാണ്. അപ്പൊ കുട്ടികൾക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ കഴിയില്ല. ഒരു എഴുത്തും വായനയും മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, പ്രായോഗിക ബുദ്ധിയും കൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള അവസരങ്ങൾ കൊടുക്കണം. ഈ ഉമ്മാക്ക് ഒറ്റയ്ക്ക് വിടാൻ ധൈര്യമില്ല. നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോയപ്പോ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് ഒരു 10-15 പ്രാവശ്യമെങ്കിലും ഉമ്മ വിളിച്ചിട്ടുണ്ട്. അതും അധികം ദൂരമൊന്നും കൊണ്ടുപോയിട്ടില്ല. കാളികാവ് ടു നിലമ്പൂർ അധികം ദൂരമൊന്നുമില്ല. ഈ ഒരു ദൂരത്തിന്റെ ഇടയിൽ കൊണ്ടുപോയപ്പോ തന്നെ അപ്പൊ അമ്മ പറഞ്ഞു, ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനില്ലാതെ ആ യാത്ര പോകുന്നത്. അതുപോലെ സ്കൂളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായപ്പോ അങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കും. അവരുടെ ഫ്രണ്ട്സ്, ബാക്കിയുള്ള കുട്ടികൾക്ക് ഭയങ്കര ആക്റ്റീവായിട്ട് അവർ കളിക്കുന്നു, ചിരിക്കുന്നു, തമാശ പറയുന്നു. അപ്പുറത്ത് ഡാൻസ് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ ഇവർ ഇവിടെ ഇരുന്ന് ഡാൻസ് കളിക്കുന്നു, അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. ഇവന്റെ ഉമ്മാന്റെ കൂടെ. ഞാൻ പറഞ്ഞു, നീ എന്താ ഇവിടെ ഇരിക്കുന്ന? ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ പോയിരിക്കണ്ടേ? അങ്ങനെയൊന്നുമില്ല. ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ കൂട്ടുകൂടുന്ന ഈ കുട്ടിക്ക് അറിയേയില്ല. കാരണം ഈ കുട്ടി സ്കൂൾ സെറ്റപ്പിൽ ഇതുവരെ പോയിട്ടില്ല, തെറാപ്പി സെന്ററിൽ മാത്രമാണ് പോയിട്ടുള്ളത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ IEP കിട്ടും, ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടും. പക്ഷെ കൂട്ടുകൂടാൻ ഈ കുട്ടിക്ക് ഒട്ടും അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ കൂട്ടുകൂടുന്നതിന്റെ ഒരു മാധുരി കുട്ടി ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രായോഗിക ബുദ്ധി വളരെ കുറവാണ്. കുട്ടികൾ ഇപ്പോഴും ഇത് വിചാരിക്കുന്നത് എന്റെ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണം എന്നാണ് ആ കുട്ടിക്ക് ധാരണ. 15-16 വയസ്സായി. ഇപ്പോഴും ആ കുട്ടി മനസ്സിലാക്കുന്നത്, ഞാൻ എങ്ങോട്ട് പോകുമ്പോഴും എന്റെ ഉമ്മാന്റെ സപ്പോർട്ടിലാണ് ഞാൻ പോകേണ്ടത്, ഉമ്മാന്റെ കൈ പിടിച്ചിട്ടാണ് ഞാൻ പോകേണ്ടതെന്നാണ് ഈ കുട്ടി മനസ്സിലാക്കുന്നത്. ഈ ഉമ്മാക്കും മനസ്സിലായിട്ടില്ല ഞാൻ എന്റെ മോനെ കൈവിടട്ടെ. ഇപ്പൊ പറയപ്പോഴെങ്കിലും എന്റെ മോനെ ഒരു ജോലി ആവണം, ഞാൻ ഇല്ലാതായാലും കുട്ടി ജീവിക്കണം, അങ്ങനെയൊക്കെയാണ് എന്റെ ആഗ്രഹങ്ങൾ. എപ്പോഴും എന്നോട് പറയും. ഞാൻ പറയാം, അതൊക്കെ നല്ല ആഗ്രഹങ്ങളാണ്, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ആ കാര്യത്തിൽ അത് ചെയ്തൊക്കെ ശരിയാണ്. പക്ഷെ കൈവിടൂല. കൈ വിട്ടിട്ട് ഒരു പരിപാടിയില്ല. ഞാൻ ഫുഡ് കഴിക്കുന്ന ചടങ്ങിൽ ആയപ്പോ ഞാൻ പറഞ്ഞു, ഫുഡ് കഴിക്കാൻ നിങ്ങൾ എന്തിനാ അവനെ കൊണ്ടുപോകുന്നോ, ഞങ്ങൾ കൂടെ ഇരുന്ന് കഴിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ മുന്നിൽ എത്തിയപ്പോ അവർക്ക് ധൈര്യമില്ല. അവർ പിന്നെ എടുത്ത് അവരെ തന്നെ കൊണ്ടുപോയി ഇരുത്തുക. ഇങ്ങനെയാണ് ഒരിക്കലും നടക്കുന്നത്. ഇത്രയും പ്രൊട്ടക്ഷന്റെ ആവശ്യമില്ല. എന്നാൽ മറ്റയച്ചു വിടാനും പാടില്ല. ഒരു കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ ഇടപെടൽ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എഡ്യൂക്കേഷൻ ആൻഡ് ഏർലി ഇന്റർവെൻഷൻ ആണ്. നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മുടെ പരിചയത്തിലൊക്കെ എത്ര കുട്ടികൾ ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞു കൊടുക്കാം. എന്തെങ്കിലും ഇതിന്റെ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ മെഡിക്കൽ അറ്റൻഷൻ തേടാൻ പറയും. മെഡിക്കൽ അറ്റൻഷൻ തേടുമ്പോൾ തന്നെ അവർ പറഞ്ഞു കൊടുക്കും എവിടൊക്കെ പോകണം എന്നുള്ളത്. അപ്പൊ എന്തൊക്കെ സേവനങ്ങളാണ് ലഭ്യമാകാൻ, അത്തരം സേവനങ്ങളൊക്കെ കുട്ടിക്ക് എത്തിച്ചു കൊടുക്കാൻ പറയാം. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് കുട്ടികളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പരിഹരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മുടെ സെഷൻ ഏകദേശം വൈൻഡപ്പ് ചെയ്യാറായി തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഇനി പറയാം. എല്ലാരും പോയോ? ഇല്ല മാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ ഇത്തിരി വൈകിയാ കയറിയത്. എന്നാലും അതിന്റെ എന്റെ ഒരു സംശയം, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഈ ഓട്ടിസത്തിന് മറ്റേ സെവിയർ അല്ലെങ്കിൽ മോഡറേറ്റ്, മൈൽഡ് എന്നുള്ള അങ്ങനെ കണ്ടീഷനിങ് ഉണ്ടോ? ഒന്നത്. രണ്ട്, ഇത് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഡിഫക്റ്റ് കൊണ്ടാണോ ഇതിന്റെ ഒറിജിൻ എന്നുള്ളതൊന്ന് വിശദീകരിച്ചു തന്നുള്ളതാണ്. വളരെ നല്ല ചോദ്യമാണ്. ഇതില് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആ രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഒക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും അവിടെ കൃത്യമായിട്ട് IQ പറയുന്നുണ്ട്. ഇത്ര ലെവലാവുമ്പോൾ മൈൽഡ് ആണ്, ഇത്ര ലെവലാവുമ്പോൾ മോഡറേറ്റ് ആണ്, ഇത്ര IQ ആവുമ്പോൾ സിവിയർ ആണെന്നൊക്കെ എടുത്തു പറയുന്നുണ്ട്.
പക്ഷെ ഇവരെ IQ ലെവലിലല്ല ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇവരെ പിന്നെ ഇങ്ങനെയാണ്, അതായത് സൂപ്പർവിഷൻ കൊടുക്കേണ്ടുന്ന കുട്ടികൾ, അതാണ് മൈൽഡിൽ കൊല്ലുക. നമ്മൾ അവർക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അവരെല്ലാം ചെയ്യും. നമ്മുടെ ഒരു സൂപ്പർവിഷൻ മാത്രം മതി അവർക്ക്. അതുപോലെ കുറച്ചധികം സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം കുട്ടികൾ, അതാണ് മോഡറേറ്റ്. മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ട കുട്ടികളാണ് സിവിയർ ആയിട്ട് വരിക. അതായത് ബെഡ് ഇടം പോലെ അല്ലെ, അങ്ങനെ പിന്നെ ഫൈൻ മോട്ടോർ ഒന്നിട്ടും പിന്നെ പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആവുന്ന ഒരവസ്ഥ, അതായത് അവരുടെ ഏരിയൽ സ്കില്ലുകൾ പോലും ഇല്ലാത്തൊരവസ്ഥ. അതിനെയാണ് ഏരിയൽ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാര്യങ്ങൾ ചെയ്യില്ലേ, നമ്മുടെ ഈറ്റിംഗ്, ടോയ്ലറ്റിംഗ്, ബാത്തിങ്, അങ്ങനെയുള്ള സ്കില്ലുകൾ പോലും ഇല്ലാത്ത കുട്ടികൾ, അതുപോലെ ഭയങ്കരമായിട്ട് സെൻസറി ഇഷ്യൂസ് കാണിക്കുന്ന കുട്ടികൾ, അപ്പൊ അവർക്ക് ഒട്ടും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അവരെയാണ് നമ്മൾ സിവിയർ എന്ന് പറയുന്നത്. പിന്നെന്താണെന്ന് വെച്ചത് ഫിസിയോളജിക്കൽ ആണ്, ഇത് ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്, ന്യൂറോൺസിനെ ബാധിക്കുന്ന ഒരു ഡിസോർഡർ ആണ്. ഈ ഫിസിയോളജിക്കൽ ഓട്ടിസം ഉണ്ടോന്ന് എത്ര വയസ്സാവുമ്പോ തൊട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? 2-3 വയസ്സിനുള്ളിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ തന്നെ ചെയ്യണം, അതാണ് ഏറ്റവും നല്ലത്. അതിനാണ് നമ്മൾ മൈൽ സ്റ്റോൺ എല്ലാം പറഞ്ഞത്, സോഷ്യൽ മൈൽ സ്റ്റോൺ, അതുപോലെ സ്പീച്ച് ലാംഗ്വേജ് മൈൽ സ്റ്റോൺ എല്ലാം പറഞ്ഞല്ലോ. ആ മൈൽ സ്റ്റോണിനകത്തൊക്കെ നമുക്ക് എന്തെങ്കിലും അപാകതകൾ തോന്നുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ പോയിട്ട് ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രിസ്റ്റിനെ കാണിക്കണം, അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണിക്കണം. അത് 2-3 വയസ്സിനുള്ളിൽ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം അതിന് മുമ്പ് തന്നെയുള്ള സോഷ്യൽ മൈൽ സ്റ്റോണുകൾ, ഞാൻ 3 വയസ്സ് വരെയുള്ള സോഷ്യൽ മൈൽ സ്റ്റോണുകളും സ്പീച്ച് ലാംഗ്വേജ് മൈൽ സ്റ്റോണുകളും ഒക്കെയാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ അകത്തൊക്കെ എന്തെങ്കിലും നമുക്ക് തോന്നുവാണ്, എന്റെ മൂത്ത കുട്ടി ഇങ്ങനെയല്ല അല്ലെ, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള കുട്ടികളൊന്നും ഇങ്ങനെയല്ല എന്ന് നമുക്ക് തോന്നൂലേ. കുട്ടി എന്താ ചിരിക്കാത്ത, കുട്ടി മുഖത്തേക്ക് നോക്കുന്നില്ലല്ലോ, ഒട്ടും നോക്കുന്നില്ലല്ലോ നമ്മളെ, അപ്പൊ എന്താണ്, എന്തോ പ്രശ്നമുണ്ട്. ബാക്കിയുള്ള കുട്ടികളൊക്കെ ആ പ്രായത്തിൽ ചിരിക്കുന്നില്ലേ, മുഖത്തേക്ക് നോക്കി നമ്മൾ സംസാരിക്കും, എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നില്ലേ, അതൊന്നും ഈ കുട്ടി ചെയ്യുന്നില്ല. അങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മെഡിക്കൽ അറ്റൻഷൻ. 4-5 വയസ്സ് വരെയൊക്കെ കുട്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ ഇങ്ങനെയുള്ള സംസാരം കുറയുകയും അങ്ങനെ വരാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അത് ശരിയാണ്? അത് ശരിയാണ്. നമ്മൾ പറയാ ചൈൽഡ്ഹുഡ് ഡിസിന്റഗ്രേറ്റീവ് ഡിസോർഡർ എന്നാണ്. അതായത് ആ കുട്ടികള് സാർ പറഞ്ഞതുപോലെ തന്നെ പിന്നെ 4-5 വയസ്സ് വരെ അല്ലെങ്കിൽ 10 വയസ്സ് വരെയൊക്കെ നോർമലായിട്ട് വളരും, ഒരു പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, സിംറ്റംസ് ഒന്നും കാണിക്കില്ല. പക്ഷെ പിന്നീടാണ് ഇവർക്ക് ഓട്ടിസം ഉണ്ടാവുക. പിന്നീട് ഈ നേടിയെടുത്ത സ്കില്ലുകളൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയാൻ ഓട്ടിസം ആണ്. കാരണം അതുവരെ ഡെവലപ്മെന്റ്സ് ഒക്കെ നോർമൽ ആയിരുന്നു, പിന്നീട് ഈ നേടിയെടുത്ത സ്കില്ലുകളൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അത് ഓട്ടിസത്തിൽ പെട്ട തന്നെയാണ്, ചൈൽഡ്ഹുഡ് ഡിസിന്റഗ്രേറ്റീവ് ഡിസോർഡർ എന്നാണ് നമുക്ക് പറയും. അതെന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? ന്യൂറോളജിക്കൽ പ്രോബ്ലം കൊണ്ട് തന്നെയാണോ അത്? അതുകൊണ്ട് തന്നെയാണ് ആണോ? അതുകൊണ്ട് തന്നെയാണ് അത് ലേറ്റ് ആയിട്ടാണ് അതിന്റെ സിംറ്റംസ് കാണിക്കുന്നതെന്ന് മാത്രം. ഓട്ടിസം തന്നെയാണ് അവിടെ നമ്മൾ സിംറ്റംസ് കാണിക്കുമ്പോൾ ഇടപെടുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഈ ഓട്ടിസം കുട്ടികൾക്ക് വേറെ സ്പെഷ്യലായിട്ട് ചില എബിലിറ്റീസ് വളരെ കൂടുതൽ കാണും പിന്നെ എന്ന് പറയും. ധാരണയാണ്, കാരണം എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. പൊതുവെ അങ്ങനെ ഒരു ധാരണ, ഭയങ്കര കഴിവുള്ള കുട്ടികളാണ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള. എല്ലാവർക്കും ഉണ്ടാവും, ചില കുട്ടികൾക്കുണ്ടാവും അല്ലയോ? ചില കുട്ടികൾക്ക് എന്ത് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാർ സിംഗറിലൊക്കെ കണ്ടിട്ടില്ലേ അല്ലെ, എന്താ സുകേഷ് പുത്തൻ, അങ്ങനെ എന്തോ മോനൊക്കെ ഉണ്ടായിരുന്നല്ലോ, നന്നായിട്ട് പാട്ട് പാടുന്നത്. ചിലർക്ക് ചില ഫീൽഡിൽ ഭയങ്കരമായിട്ട് അവർ ടാലന്റഡ് ആയിരിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്നല്ല. ഇപ്പൊ നമ്മുടെ നോർമൽ ആളുകളും അങ്ങനെ തന്നെയല്ലേ, ചിലര് ടാലന്റഡ് ആയിരിക്കും, ചിലർ നോർമൽ ആണ്, ടാലന്റ് ഒന്നും ഇല്ലാത്ത ആളുകളാണ്. അതുപോലെ തന്നെയാണ് ഓട്ടിസത്തിന്റെ കേസിലും. പിന്നെ അവർക്ക് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഫീൽഡിൽ ഭയങ്കര ടാലന്റഡ് ആയിരിക്കും എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. ഇപ്പൊ എലൻ മസ്കിനെ പോലുള്ള ആളുകള്, എലൻ മസ്കിന് ഓട്ടിസം ആണ് അല്ലേ, പക്ഷെ അദ്ദേഹത്തിന് ഓട്ടിസത്തിന്റെ ഒരു ഐഡന്റിറ്റി അല്ലല്ലോ നമ്മൾ അറിയുന്നത്. എലൻ മസ്കിന് ഓട്ടിസം ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ ആ കുട്ടി അയാൾ ഓട്ടിസം ഉള്ള ആളാണെന്നല്ല പറയുന്നത്. അയാളുടെ ടാലന്റിന്റെ പുറത്താണ് അയാൾ അറിയപ്പെടുന്നത്. ഐൻസ്റ്റീൻ ഓട്ടിസം ഉണ്ട്, ഐൻസ്റ്റീനെ ശാസ്ത്രജ്ഞനായിട്ടല്ലേ നമ്മൾ അറിയുന്നത്, അല്ലാതെ ഓട്ടിസ്റ്റിക് ആയിട്ടല്ലല്ലോ. അതുകൊണ്ട് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, വിചാരിച്ച എല്ലാവരും അങ്ങനെയല്ല. ഇപ്പൊ ഓട്ടിസം ഉള്ള കുട്ടികളിൽ IQ കുറവുള്ളവരും കൂടുതലുള്ളവരും കാണും എന്നർത്ഥം. ഉറപ്പായിട്ടുണ്ട്.
പൊതുവെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണെങ്കിൽ ഐക്യു കുറവാണെന്ന് തന്നെ നമ്മൾ പറയും. ബിലോ 70 ഐക്യു ആകുമ്പോഴാണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടാവുക. പക്ഷെ ഇവർക്ക് അങ്ങനെ ഐക്യു ലെവൽ പറയുന്നില്ല. കാരണം ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഉണ്ട്. ഏകദേശം എല്ലാവരും നോർമൽ ഐക്യു ലെവലുള്ള കുട്ടികൾ തന്നെയാണ്. ചിലർക്ക് ഇതിന്റെ കോക്കറിംഗ് കണ്ടീഷനായിട്ട് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഒക്കെ വരുമ്പോൾ അവർക്ക് ഐക്യു കുറവായിരിക്കും. അതർവൈസ് ഒരു ആവറേജ് ഐക്യു എല്ലാവർക്കും ഉണ്ടാവും. ജേക്കബ് സാറിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ നല്ല ചോദ്യങ്ങളായിരുന്നു കേട്ടോ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഹലോ ഈ മാഡം, വർഷത്തെ എനിക്ക് 3 കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഹലോ, പറഞ്ഞോളൂ. ആ, ഒന്നാമത്തതേ, ഈ ഓട്ടിസം കുട്ടികൾക്ക് ഈ ഫൈൻ മോട്ടോർ പ്രോബ്ലം ആക്ടിവിറ്റീസിൽ എന്തോ പ്രശ്നം വരുമെന്ന് പറഞ്ഞായിരുന്നു മാഡം. അതിനെപ്പറ്റി ആ, കുറച്ച് എനിക്കത് മനസ്സിലായില്ല, അത് എങ്ങനെയാണെന്നേ. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം, വെർച്വൽ ഓട്ടിസം ഈ നമ്മുടെ സാധാ നോർമൽ ഓട്ടിസമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ വെർച്വൽ ഓട്ടിസം മാറ്റിയെടുക്കാൻ പറ്റുമോ? അത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ABA തെറാപ്പി നമുക്ക് കോഴ്സായിട്ട് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാൻ പറ്റുമോ നമുക്ക്? ഇവിടെ നിലവിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? ഇതിനെ മൂന്നിനെ പറ്റി ഒന്ന് പറയാമോ? ആദ്യമായിട്ട് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. ABA നമ്മുടെ വിപിൾ അക്കാഡമി തന്നെ കോഴ്സ് ചെയ്യുന്നുണ്ട് വർഷ മാമിന്റെ കീഴിൽ ഓൺലൈനായിട്ട്. നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ABA മാത്രമായിട്ട് കോഴ്സ് അവർ ചെയ്യുന്നുണ്ട്. ഇനി വിർച്വൽ ഓട്ടിസമായിട്ട് മാഡം, ഇത് സർട്ടിഫിക്കറ്റ് കോഴ്സ് ആയിട്ടാണോ ഉദ്ദേശിക്കുന്നത്? സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണോ ഉദ്ദേശിക്കുന്നത്? ABA തെറാപ്പി എന്ന് പറയുന്നത് നമുക്ക് സർട്ടിഫിക്കറ്റ് പഠിപ്പിക്കാൻ പറ്റുമോ കോഴ്സാണ് പിന്നീട് ഇവിടെ നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് അക്കാഡമിക് വെച്ചിട്ട് കീഴിൽ മറ്റു ചെയ്യുന്ന കുട്ടികളെ? സർട്ടിഫിക്കറ്റ് കോഴ്സാണ് അക്കാഡമിക് കീഴിൽ ചെയ്യുന്നത്. അല്ലാതെ ഇത് CRE പോലെയുള്ള നിങ്ങൾ 3 ദിവസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്തു അതല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് അല്ല, ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് ആണ് CRE തരുന്നല്ലേ? കോഴ്സ് അല്ല. അല്ല, ഓക്കെ. ഇത് പിന്നെ അക്കാഡമിക് സർട്ടിഫിക്കറ്റ് ആണ് തരിക. പക്ഷെ 3 ദിവസം 2 ദിവസം ഒന്നും അല്ല. ഐ തിങ്ക് അത് അന്വേഷിച്ചിട്ട് പറയാം. ഇനി 10 days ആണോ 1 month ആണോ എന്നറിയില്ല. ABA കോഴ്സ് ഉണ്ട്. എന്തായാലും 2 ദിവസം ഒന്നും അല്ല തോന്നുന്നു. ഓക്കെ മാഡം. മാഡം, അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ സാധ്യതയുണ്ട്, പഠിക്കാൻ താല്പര്യമുണ്ട്. അപ്പം അത് നമ്പരോ മറ്റോ തരാമോ? ഓ, ഉറപ്പായിട്ടും നമ്മുടെ അക്കാഡമിയുടെ ഓക്കെ ഗ്രൂപ്പിലുണ്ടോ? വിംബിൾ സൈക്സോണിന്റെ ഓക്കെ. ആ ഗ്രൂപ്പിലുണ്ടോ? വിംബിളിന്റെ ഒരു ഉണ്ടോന്ന് എനിക്ക് ഗ്രൂപ്പിലുണ്ടോ നിങ്ങൾ? സംശയമുണ്ട്. ഈ ലിങ്ക് എവിടുന്നാ കിട്ടിയ നമ്മുടെ ലിങ്ക്? ഈ ലിങ്ക് ഒരു ചാനൽ വഴിയാ കിട്ടിയത്. ചാനൽ എന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പിലെ ചാനൽ വരുമല്ലോ, അങ്ങനെയാ കിട്ടിയത്. ആ, പിന്നെ നിങ്ങൾ എന്റെ നമ്പർ നോട്ട് ചെയ്തോളൂ. ഓക്കെ പറയട്ടെ. ഓക്കെ മാഡം, പറഞ്ഞോ. 86 06 86 06 മാഡം 860 06 56 56 39 39 79. അതിന്റെ പോസ്റ്റർ ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ മാഡം. ഓക്കെ മാഡം. പിന്നെ ചോദിച്ചത് എന്തായിരുന്നു? വിർച്വൽ ഓട്ടിസത്തിന്റെ കാര്യം അല്ലെ? അതെ, വിർച്വൽ ഓട്ടിസവും ഫൈൻ മോട്ടോർ ആക്ടിവിറ്റി. ഓട്ടിസമായിട്ട് ബന്ധമുണ്ടോന്നാണ് അല്ലെ? അതെ. വിർച്വൽ ഓട്ടിസം സാധാരണ ഓട്ടിസമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാല് വിർച്വൽ ഓട്ടിസം പിന്നെ ക്യൂറബിൾ ആണ്, ട്രീറ്റ് ചെയ്തിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. ഇത് മാറ്റാൻ പറ്റില്ല. സാധാരണ ക്ലാസിക്കൽ ഓട്ടിസം മാറ്റാൻ പറ്റില്ല. അത് ലൈഫ് ലോങ് കണ്ടീഷൻ ആണ്. കാരണം വിർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരു ഡിസോർഡർ അല്ല. അത് കൊറോണയ്ക്ക് ശേഷം വന്ന ഒരു പ്രതിഭാസമാണ്. ഈ കുട്ടികള് എക്സസീവ് ആയിട്ട് സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് വിർച്വൽ ഓട്ടിസം. അങ്ങനെ എക്സസീവ് ആയിട്ട് സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഇവർക്ക് ഓട്ടിസം ലൈക്ക് സിംറ്റംസ് ഇവർ കാണിച്ചു തുടങ്ങും. റെപ്പറ്റേറ്റീവ് ബിഹേവിയറുകൾ ഉണ്ടാവും, ഹൈ കോണ്ടാക്ട് കുറഞ്ഞു പോകും, സോഷ്യൽ ഇന്ററാക്ഷൻ വളരെ വളരെ കുറഞ്ഞു പോകും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. കുട്ടികളുടെ സ്ക്രീനിന് അടിമപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ, ഹ്യൂമൻ ഇന്ററാക്ഷൻ വളരെ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഓട്ടിസ്റ്റിക് ആയിട്ട് മാറുക ചെയ്യുന്നത്. അത് ജന്മനാലുള്ളതല്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ക്യൂറബിൾ ആണ്. ട്രെയിനിങ് കൊടുത്താൽ ഒക്യുപേഷൻ തെറാപ്പി ഒക്കെ 3 മാസം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം? അത് കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്പീച്ച് തെറാപ്പി കൊടുക്കണം. അല്ല, അത് കഴിഞ്ഞിട്ട് കുറച്ചിട്ട് നമ്മൾ ബിഹേവിയർ തെറാപ്പി കൊടുക്കണം.
പിന്നെ അതുകൂടെ കുറച്ച് സ്പീച്ച് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ സ്പീച്ച് തെറാപ്പി അങ്ങനെയൊക്കെയാണ് അത് മാറ്റിയെടുക്കാൻ പറ്റുക. അത് പൂർണ്ണമായിട്ട് ക്യൂറബിൾ ആണ്. ക്ലിയർ ആയോ? ഓക്കെ മാഡം, ഓക്കെ മാഡം, ഓക്കെ, മനസ്സിലായി. ഈ ഫൈൻ മോട്ടോറിന്റെ കാര്യമാണ് ചോദിച്ചത് അല്ലെ? ഫൈൻ മോട്ടോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ അതെ മസിലുകളിലെ രണ്ടുകളിലെ അതിന് പ്രോബ്ലം വരുന്ന ഒരു അവസ്ഥയാണ്. അതായത് അതെ അതെ രണ്ട് തരത്തിൽ പറയും, പ്രിഹെൻഷൻ ആൻഡ് നോൺ പ്രിഹെൻഷൻ എന്ന് പറയും. നമ്മളിങ്ങനെ പിടിക്കൂലേ ഈ 5 വിരലുകളും നമ്മുടെ ഈ ഉള്ളം കൈ ഉപയോഗിച്ചിട്ട് പിടിക്കൂലേ, അതിനെയാണ് നമ്മൾ പ്രിഹെൻഷൻ എന്ന് പറയാം. അങ്ങനെ പിടിക്കുന്ന ആക്ടിവിറ്റീസ് എവിടെയൊക്കെ ഉണ്ടാവും? ഒരു കപ്പ് എടുക്കണമെങ്കിൽ, ഒരു പാത്രം എടുക്കണമെങ്കിൽ, ഒരു ഹാമർ എടുക്കണമെങ്കിൽ അല്ലെ, നമ്മൾ ഈ 5 വിരൽ ഉപയോഗിക്കണം, ഉള്ളം കൈ ഉപയോഗിക്കണം. അത്തരത്തിലുള്ള നമ്മൾ പിടിക്കുന്ന പരിപാടികളാണ് പ്രിഹെൻഷൻ. എന്നാൽ പിടിക്കാതെ ഈ വിരലുകൾ മാത്രം, ഏതെങ്കിലും 1-2 വിരലുകൾ അല്ലെങ്കിൽ വിരലുകൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള പരിപാടികളാണ് നോൺ പ്രിഹെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിലത്ത് കുത്തെടുക്കാൻ ഈ 2 വിരൽ മതി അല്ലേ, അത് നോൺ പ്രിഹെൻഷൻ ആണ്. അതുപോലെ പിന്നെ അതെ ഒരു തിരിക്കാൻ എന്തെങ്കിലും സംഗതികൾ തിരിക്കണമെങ്കിൽ നമ്മൾ ഡോറോ അങ്ങനെ എന്തെങ്കിലും തിരിക്കുമ്പോൾ എന്താണ് സ്ഫെറിക്കൽ റൊട്ടേഷൻ, നമ്മൾ ഈ വിരലുകൾ മാത്രം മതി. നേരത്തെ ഇവിടെ ഒരു സൂചി എടുക്കണമെങ്കിൽ ഈ 2 വിരലും അല്ല ഉപയോഗിക്കുന്നത്, ഈ 2 വിരലത്തിന്റെ അഗ്രഭാഗം, നഖത്തിന്റെ ഭാഗം കൊണ്ട് എടുക്കുന്നത് അല്ലെ, ടിപ്പ് ടു ടിപ്പ്. അതെ അതെ പിന്നെ ടൈപ്പോയിഡ്, നമ്മൾ ഈ 3 വിരലുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് എഴുതുക, അത് ഈ 3 വിരലുകൾ മതി. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോൺ പ്രിഹെൻഷൻ എന്ന് പറയാൻ. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ കൈകൾക്ക് ഒരുപാട് സംഗതികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾക്ക് മനസ്സിലാവണമെങ്കിൽ കയ്യിൽ എവിടെയെങ്കിലും ഒരു മുറിവ് പറ്റണം. അപ്പൊ നമ്മുടെ കുറെ കാര്യങ്ങൾ സ്റ്റക്കാവും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുമോ ഭയങ്കര പ്രയാസമാണെന്നുള്ളത്. അപ്പൊ ഇത്രത്തോളം പർപ്പസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൈകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അപ്പോഴാണ് തിരിച്ചറിവുണ്ടാവുക. ഇവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഫൈൻ മോട്ടോർ ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക്. അപ്പൊ അവർക്ക് ഒക്യുപേഷൻ തെറാപ്പി കൊടുത്തിട്ട് അവരാണത് മാറ്റിയെടുക്കുക. അവർക്ക് ചോറ് ഒന്നും വാരി കഴിക്കാൻ ഓക്കെ ഓക്കെ കഴിയണമെന്നില്ല, മാഡം. ചിലപ്പോ വിരലുകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അത് ഈ സെൻസറിയുടെ പ്രോബ്ലം കൊണ്ടും ആവാലോ. ഈ ചോറ് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഫുഡ് യൂസ് ചെയ്യാത്തത്, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അതുണ്ട്, അത് വേറെ സെൻസറി ഇഷ്യൂസ് കൊണ്ട്. പക്ഷെ അതല്ല, ഇത് കയ്യിന് പ്രോബ്ലം വരുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വാരി എടുക്കാൻ പറ്റാത്തത്, സെൻസറി ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തൊരു ഫുഡ് വാരി എടുക്കാൻ പറ്റാത്തത് ഫൈൻ മോട്ടോർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറ്റില്ല. ഓക്കെ മറ്റത് ഓക്കെ പറഞ്ഞത് ചില പ്രത്യേക ഒബ്ജക്റ്റിനോട് കുട്ടികൾക്ക് ഒരു വിരക്തി ഉണ്ടാവും. അതായത് ടാക്ടൈൽ സെൻസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചില ഒബ്ജക്റ്റിൽ തൊടുന്നത് അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അതാണ്. അതിൽ ഫൈൻ ഓക്കെ മോട്ടോർ ഓക്കെ ഇഷ്യൂസ് മാഡം. ആവണമെന്നില്ല, സെൻസറി ഇഷ്യൂസ് മാത്രം കൊണ്ട് അങ്ങനെ സംഭവിക്കും. ഓക്കെ ഓക്കെ ഈ ഡിസ്പ്രാക്സിയ എന്നുള്ളതും ഇത് തന്നെ അല്ലയോ? ഡിസ്പ്രാക്സിയോ? ഡിസ്പ്രാക്സിയ അതായത് വിരലുകളുടെ മൂവ്മെന്റ്സും ഇതുമൊക്കെ നേരെ ചൊവ്വയല്ലാത്തതിനോണ്ട് പിന്നെ അതുങ്ങൾക്ക് ഒരു വരയ്ക്കാനോ എഴുതാനോ ഒന്നും നോക്കാതെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവത്തില്ലയോ? അപ്പൊ അങ്ങനെയുള്ളതും ഇതുപോലെ ഇതിലിപ്പോ അവർക്കും കൊടുക്കാൻ പറയുന്നത് പിന്നെ ഈ ട്രെയിനിങ് ആണല്ലോ, ഫൈൻ മോട്ടോറിന്റെ ഓക്യുപേഷൻ ട്രെയിനിങ് ആണ്. അത് ഓക്യുപേഷണൽ കുറച്ചും കൂടി തെറാപ്പി. അതെ, അത് കുറച്ചും കൂടെ, അത് ഈ സെൻസറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല, ഓട്ടിസമായിട്ട് ബന്ധപ്പെട്ട കാര്യവുമല്ല, അത് കുറച്ചുകൂടെ ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പൊ ഡിസ്പ്രാക്സിയ അല്ലെ. ഇത് ഓട്ടിസമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? ഇവർക്ക് കയ്യിന് പ്രോബ്ലം ഉണ്ടോ, ഫൈൻ മോട്ടോർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടുന്നത് ഓക്യുപേഷൻ തെറാപ്പിയാണ്. ഓട്ടിസം ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ കയ്യിൽ വിരലുകൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഓക്യുപേഷൻ തെറാപ്പിയാണ് കൊടുക്കേണ്ടത്. ഓട്ടിസത്തിന്റെ കുറെ സിംറ്റംസ് പറഞ്ഞല്ലോ, അപ്പൊ അതിൽ എല്ലാ സിംറ്റവും കാണിക്കാതെ ചില സിംറ്റംസ് മാത്രം മൈൽഡ് ആയിട്ട് കാണിക്കുന്നത്, അങ്ങനെ ഉണ്ടാവാമോ? ഉറപ്പായിട്ടുണ്ടാവും. ഇതിൽ സിവിയറിറ്റി എല്ലാ ഉണ്ടോ? സിംറ്റംസും എല്ലാവരും ചില സിംറ്റംസ് മാത്രമേ കാണിക്കുള്ളൂ. ഇപ്പൊ സെൻസറി ഇഷ്യൂസ് ആണെങ്കിൽ തന്നെ എല്ലാവർക്കും എല്ലാ സെൻസിനും പ്രോബ്ലം ഉണ്ടാവില്ല. ചില സെൻസിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാവരും യുണീക്ക് ആണ്. ഒരാൾ കാണിച്ച സിംറ്റംസ് തന്നെ എല്ലാവരും കാണിക്കണമെന്നില്ല. പക്ഷെ അത് എല്ലാവരും കോമൺ ആയിട്ട് കാണിക്കാൻ സോഷ്യൽ ഇന്ററാക്ഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും മൂവ്മെന്റ്സ് ഉണ്ടാവും, ഐ കോണ്ടാക്ട് കുറഞ്ഞിരിക്കും, കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഇത് 4 എല്ലാവർക്കും ഉണ്ടാവും. ഹലോ മാം, ഞാൻ മൈൽഡ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യത്തെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അതില് മെയിൻ സ്ട്രീമുകളിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്.
എൻ്റെ മകൻ മൈൽഡ് ഓട്ടിസ്റ്റിക് ആണ്, 6 വയസ്സുണ്ട്. മെയിൻ സ്ട്രീം സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം ജനറൽ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാൻ ആൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഹയർ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ എക്സാംസിന്റെ ഒക്കെ ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഗവൺമെന്റ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടാനായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാക്കി തരാമോ? അവർക്ക് സ്ക്രൈബിന് വെച്ചിട്ട് എക്സാം എഴുതാം. ഓക്കെ മാം. സ്ക്രൈബ് എന്നുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ 10ാം ക്ലാസ്സിലാണെങ്കിലും +2-നാണെങ്കിലും ഒക്കെ സ്ക്രൈബിന് വെച്ചിട്ട് എക്സാം എഴുതാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഡിമാൻഡ് ചെയ്യേണ്ടതുണ്ടോ? ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഓട്ടിസം ആണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. അത് ഉണ്ടാക്കണം ആദ്യം. ഓക്കെ. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അത് മെഡിക്കൽ ചെയ്യേണ്ടത്. ഓക്കെ. അവരാണ് അത് ചെയ്തു തരേണ്ടത്. ഇപ്പൊ താലൂക്ക് ഹോസ്പിറ്റലുകൾ അങ്ങനെയുള്ള ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കും. അവിടെ അത് ചെയ്തു കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ തന്നെ ഇതേപോലെ ഒരു ന്യൂറോളജിസ്റ്റിനെ സമീപിക്കണം, അതല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യനെ സമീപിക്കണം. അപ്പൊ അവര് ചെയ്തു തരും. പ്രധാനമായിട്ടും ക്യാമ്പുകൾ നടക്കുമ്പോഴാണ് അങ്ങനെ ചെയ്യുക. പക്ഷെ എന്തായാലും നമ്മൾ ഇവരെ അടുത്ത് പോയാൽ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടും. ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് പോയാൽ, അല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലുകൾ, ജില്ലാ ഹോസ്പിറ്റലുകൾ, അങ്ങനെയുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലോ. ഓക്കെ. അവിടെ ഞങ്ങളിപ്പം അവിടെ ഒരു പോയി 2.5 സെർച്ച് വയസ്സിലെ കുട്ടീനെ ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യനെ കാണിച്ചിട്ട് ഇപ്പൊ ഒരു 4 വർഷമായിട്ട് തെറാപ്പിയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആള് നല്ലോണം ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. സോഷ്യൽ പിയർ ഗ്രൂപ്പ് ഇന്ററാക്ഷൻ ആയി വരുന്നതേ ഉള്ളൂ. അപ്പം അതിന്റെ ഒരു ഇനി ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആൻസൈറ്റിയും കാര്യങ്ങളും ഉള്ളത് കൊണ്ടുള്ള ഒരു ചോദ്യമാണ്. എനിക്ക് മനസ്സിലായി. അത് അവർക്ക് എക്സാം എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സ്ക്രൈബിനെ വെച്ചിട്ട് എഴുതിക്കാം എന്നുള്ളൊരു സാധ്യത അവർക്കുണ്ട്. അങ്ങനെ ചെയ്യുന്നതാണ് എല്ലാവരും. മാഡം, അപ്പൊ ആ ഈ സമയത്ത് പറഞ്ഞ നമ്മുടെ ഈ കയ്യിൽ പാരന്റിന്റെ എന്തെങ്കിലും ഹലോ മാഡം, ആ. ഈ പറഞ്ഞ മാഡത്തിന്റെ ഈ മകൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ അവിടെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വരും BRC-യിൽ നിന്നേ. അങ്ങനെയാണെങ്കിൽ അല്ല, ഞാൻ അവർക്ക് കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് CBSE ചെയ്യാൻ സ്കൂളിലെ സാധിക്കും. കുട്ടി ഇപ്പൊ പോകുന്നത്. CBSE സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ ഓക്കെ. അല്ല, ഗവൺമെന്റ് നമ്മളിങ്ങനെ സ്കൂളിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നേ. സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് മാം ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ. അതിന് താലൂക്ക് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് അതിനൊരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട ഗൈഡൻസ് കിട്ടും. അവർ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോഴൊക്കെ നിങ്ങളെ അറിയിക്കും. അങ്ങനെയാണ് അത് ഉണ്ടാക്കി. അതുണ്ടായാൽ മാത്രമാണ് നമുക്ക് എല്ലാത്തിനും ഈ കുട്ടിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അപ്പൊ നമുക്ക് സ്ക്രൈബിനെ വേണമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റിയ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മാത്രമാണ്. ഓക്കെ. അത് ആദ്യം നമുക്ക് വേണ്ടത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. മാം ആദ്യം അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. ഓക്കെ. തരത്തിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്താൽ മതി. അപ്പൊ അവർ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. ക്യാമ്പ് എന്നാണ് വെക്കുന്നതെന്നൊക്കെ നിങ്ങൾ അറിയിക്കും. ഓക്കെ. നജീറ മാം ചോദിച്ചോളൂ. ഓക്കെ മാം, അതായത് ഈ കുട്ടികൾ 18 വയസ്സ് കഴിഞ്ഞ് ഒരു അഡൽട്ട്ഹുഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഏർലി അഡൽട്ട്ഹുഡിലും ലേറ്റ് അഡൽട്ട്ഹുഡിലും ഒക്കെ ഇവർക്ക് വരുന്ന ചേഞ്ചസ്, മെയിനായിട്ടും അവർക്കൊരു മാരീഡ് ലൈഫൊക്കെ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് അറിയേണ്ടത്. ഡിപ്പെൻഡ് അപ്പോൺ ദ പേഴ്സൺ ആണ് അല്ലെ, ആ കുട്ടി എത്രത്തോളം മൈൽഡാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണത് ചെയ്യേണ്ടത്. നമ്മൾ അങ്ങനെ അങ്ങോട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം ഇവര് ഡിസബിലിറ്റി ഉള്ളത് കൊണ്ട് അടുത്തൊരു ജനറേഷനും അങ്ങനെ ആവാനുള്ള പോസിബിലിറ്റീസ് ഒരുപാടുണ്ട്. പലപ്പോഴും ഈ കുട്ടികൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു ഗ്രൂപ്പൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് പലപ്പോഴും ഇവരെ കല്യാണം കഴിപ്പിക്കാൻ ഒരു 27-30 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഇവരൊക്കെ ഒന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ ഒരാളെ കൊണ്ടുവരണം എന്നുള്ള ഒരു രീതിക്കൊക്കെ പാരന്റ്സ് പലരും ചിന്തിക്കുകയും അതിനു വേണ്ടിയിട്ട് മുതിരുകയും ചെയ്യുന്നുണ്ട്. അത് ശരിയാണോ എന്നുള്ളതാണ്, അവർക്ക് അതിന് പറ്റുമോ എന്നുള്ളതാണ്. പറഞ്ഞു കഴിഞ്ഞല്ലോ, അവര്
നമ്മൾ അതിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം ഈ കുട്ടിയോ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണ് അല്ലേ. അപ്പോ നെക്സ്റ്റ് ജനറേഷനും അങ്ങനെ ആവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ജനറ്റിക് ഫാക്ടർ, ഓട്ടിസത്തിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോസാണ് ജനറ്റിക് ഫാക്ടർ. അച്ഛനോ അമ്മയോ ഓട്ടിസ്റ്റിക് ആണെങ്കിൽ കുട്ടിയും ഓട്ടിസ്റ്റിക് ആവാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പൊ നമ്മൾ അങ്ങനെ റിസ്ക് എടുക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാം. ഓക്കെ മാം, താങ്ക് യു. എന്തെങ്കിലും അവരുടെ ഈ സിംറ്റംസ് ഒക്കെ ചിലപ്പം ഒരു ഏജ് വരെ ഇങ്ങനെ കാമായിട്ട് ഇരുന്നിട്ട് പിന്നീട് ലേറ്റ് ആയിട്ട് വരുന്ന, അതാ ഞാൻ പറഞ്ഞ ലേറ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് അവർക്ക് വീണ്ടും ഈ സിംറ്റംസ് കൂടാൻ ചാൻസ് ഉണ്ടോ? സിംറ്റംസ് ഭാവിയിൽ കൂടാനോ? അതെ അതെ. സിംറ്റംസ് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണാറുള്ളത്. പൊതുവെ അഡോളസെന്റ് ഒക്കെ ആവുമ്പോ ഇവരൊന്നും ഒതുങ്ങാറുള്ളതായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. മാത്രമല്ല നമ്മൾ പ്രോപ്പർ ട്രെയിനിങ്ങും തെറാപ്പിയും കൊടുത്താൽ ഇത് മൈൻഡ് ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. മാം, എൻ്റെ ഒരു റിലേറ്റീവ് ഓൾറെഡി ചെറുപ്പം തൊട്ടേ അവർ തെറാപ്പിയൊക്കെ ചെയ്ത് ഒരുവിധം മൈൽഡ് ആക്കി എടുത്തു. 10-15 വയസ്സാകുമ്പോഴേക്കും നോർമൽ ആൾക്കാരെ പോലെ തന്നെയായി. പക്ഷെ ഫുള്ളായിട്ടാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, ഓൾറെഡി സർട്ടിഫൈഡ് ആണ്. അപ്പം അവരങ്ങനെ ഇരുന്നു. 35 ആയിട്ടുണ്ട് ഇപ്പം. ആള് ഇപ്പം മൈൽഡായിട്ട് വീണ്ടും പഴയ ഒരു അവസ്ഥയിലേക്ക് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പലതും സിംറ്റംസ് ഒക്കെ അതുപോലെ തന്നെ ആയി വരുന്നുണ്ട്. അത് അവരെ ഒബ്സർവ് ചെയ്യണം നമ്മൾ, എന്തുകൊണ്ടാണ് അങ്ങനെ ആവാനുള്ള കാരണം. ചിലപ്പോ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും വീണ്ടും പഴയ അവസ്ഥയ്ക്ക് തിരിച്ചു പോകാനേ. പൊതുവെ കണ്ടുവരാറുള്ളത് പിന്നെ സിംറ്റംസ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു തീവ്രത കുറയുന്ന ഒരു അവസ്ഥയാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. പിന്നെ ട്രെയിനിങ് തെറാപ്പിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്ന ഒരു അവസ്ഥയൊക്കെയാണ് കണ്ടുവരാറുള്ളത്. ഇങ്ങനെ പ്രായം ചെല്ലുമ്പോ ഭയങ്കരമായിട്ട് കൂടുന്നത് അങ്ങനെ അങ്ങോട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇനിയിപ്പോ അത് നമ്മുടെ പിന്നെ തെറാപ്പി സെന്റർ നല്ലൊരു ഓക്യുപേഷൻ തെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ പീഡിയാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെയോ ഒക്കെ പോയിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്ത് നോക്കണം എന്താണ് അങ്ങനെ പ്രശ്നം വരാനുള്ള കാരണം. മാം, ഈ തെറാപ്പീസ് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ലൈഫ് ലോങ് ചെയ്യേണ്ടതുണ്ടോ? അത് മാത്രം പിന്നെ മാറുന്നുണ്ടോ നോക്കും. അതായത് ഓക്യുപേഷൻ തെറാപ്പി ഒക്കെ ആണെങ്കിൽ അവര് കണ്ടിന്യൂസ് ആയിട്ട് തെറാപ്പി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലർക്ക് 3 മാസം കൊടുത്താൽ മാറും, ചിലർക്ക് 6 മാസം കൊടുക്കും, ചിലർക്ക് 9 മാസം കൊടുക്കും. അതാ ഡിപ്പെൻഡ് അപ്പോൺ ദാറ്റ് പേഴ്സൺ. അതിനനുസരിച്ച് മാറും. ലൈഫ് ലോങ് ആയിട്ടൊന്നും അങ്ങനെ വേണ്ടി വരാറില്ല. പക്ഷെ ചിലത് ബിഹേവിയറിലൊക്കെ ഇഷ്യൂസ് വരുമ്പോ നമ്മുടെ അടുക്കടുത്ത് തെറാപ്പി കൊടുക്കേണ്ടതായിട്ടും വരും. തെറാപ്പി കൊടുത്തിട്ട് ആ കുട്ടി ഡെവലപ്പ് ആയെന്ന് വിചാരിക്കാം. അപ്പൊ സ്പീച്ച് തെറാപ്പി ഒക്കെ കൊടുത്തു, സ്പീച്ചിനെല്ലാം ഓക്കെ ആയി. എന്നിട്ട് വീട്ടിൽ വന്നിട്ടല്ലേ സമൂഹത്തിൽ ഇറങ്ങുമ്പോ ആ കുട്ടി ആദ്യം സംസാരിച്ച പോലെ തന്നെയാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആ തെറാപ്പി എവിടെയും ഏറ്റിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ. അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിച്ചൊക്കെ ഓക്കെ ആയി, പിന്നീട് ആ കുട്ടി പിന്നെയും പഴയ പോലെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് വേണം, നമ്മൾ തിരുത്തി കൊടുക്കണം. അങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനെ തന്നെ പറയണം അല്ലേ. അല്ലെങ്കിൽ പിന്നെ തെറാപ്പി കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു അവസ്ഥയല്ലേ വരിക. മാത്രമല്ല തെറാപ്പി ഒക്കെ ഒരു ഏർലി ഏജിലാണ് അത് അഫക്ട് ചെയ്യുക. ലൈഫ് ലോങ് പോകേണ്ട ആവശ്യമില്ല. ചെറിയ പ്രായത്തിലാണ് ഇതൊക്കെ അഫക്ട് ചെയ്യാൻ. വലുതായി കഴിഞ്ഞാൽ വല്ലാതെ ഒന്നും എഫക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. നിങ്ങൾ ഇങ്ങനെ ഒരു പിന്നെ ആരോ പറഞ്ഞില്ല, അവരെ എന്ത് ചെയ്യാം, ഇതേപോലെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണലിൽ കാണിക്കുക. എന്താണ് അവർ ഒബ്സർവ് ചെയ്യേണ്ടത്, അവരൊരു തീരുമാനത്തിലെത്തോ എന്തുകൊണ്ട് സിംറ്റംസ് കൂടുന്നുണ്ടതിനെ കുറിച്ച് കേട്ടോ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ആദ്യം ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി കണ്ടിട്ട് ഒരു റെഫറൻസ് വാങ്ങിക്കണം താലൂക്ക് ഓഫീസിലേക്ക്. അപ്പൊ താലൂക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പിന്നെ അവിടത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ബോർഡുണ്ട്. ആ ബോർഡുകാര് എല്ലാ വിധത്തിലുള്ള ടെസ്റ്റുകളും എല്ലാ സ്പെഷ്യലിസ്റ്റ്, ന്യൂറോ സ്പെഷ്യലിസ്റ്റ്, ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്, ലേണിംഗ് ഡിസബിലിറ്റി, അങ്ങനെ എല്ലാവരും അവരുടെ ബോർഡുകാര് എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് തരും.
അപ്പൊ 40% കൂടുതൽ ആണെങ്കിൽ ആ കുട്ടിക്ക് എല്ലാ ആനുകൂല്യങ്ങൾക്കും എലിജിബിലിറ്റി ആവും ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ. അത് അത് നേരത്തെ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 8ാം ക്ലാസ്സിൽ തന്നെ അങ്ങനെയുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ട്. ഐഡന്റിഫൈ ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ സ്ക്രൈബിനെ വെച്ച് എഴുതാനും അതുപോലെ മറ്റ് ആനുകൂല്യങ്ങൾക്കും എല്ലാം അവരെ എലിജിബിൾ ആണ്. അപ്പൊ അത് നേരത്തെ ചെയ്യണം. അപ്പൊ അതിന് ഒന്നിലും ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ കൊണ്ടുപോകണം. കൊണ്ടുപോയാൽ അവിടെ 3 വയസ്സുള്ള വരെയുള്ളവർക്ക് ഒരു ദിവസം, പിന്നെ 6 വയസ്സുള്ളവർ, 12 വയസ്സുള്ളവർ, അങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒരിടത്തും. ഇവിടെ തിരുവനന്തപുരത്തെ ആണ് എനിക്കറിയാവുന്നത്. അപ്പൊ അങ്ങനെ അവിടെ പോയാൽ അവര് ഇത് ചെയ്തു, അവർ സർട്ടിഫിക്കറ്റ് തന്നാലും മതി. അങ്ങനെ പിന്നെ അവരും താലൂക്ക് ഓഫീസിലേക്ക് എത്തും. കാരണം ആ ബോർഡിന് മാത്രമേ അധികാരമുള്ളൂ, ഒരു വ്യക്തിക്ക് അധികാരമില്ല കൊടുക്കാൻ. സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അടങ്ങിയ ഒരു ബോർഡാണ് അത് തരുന്നത്. അപ്പൊ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചെയ്യാം. അപ്പം പിന്നെ ആദ്യം ചെയ്യേണ്ടത് അവിടെ പോകണമെങ്കിൽ ഡയറക്റ്റ് പോയാൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല, വേറെ ഒരു ഡോക്ടർ റെഫർ ചെയ്ത് എഴുതണം. അത് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാം. പിന്നെ ഈ ഇവിടെ ഇതിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിൽ അവർ ഇവിടെ നടത്തിയിട്ട് സ്കൂളിൽ നിന്ന് റെഫർ ചെയ്യുന്നുണ്ട്. അത് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെല്ലാം കൂടെ ചേർന്നിട്ട് അവർ ഇത് നടത്തി സ്കൂളിൽ നിന്ന് റെഫർ ചെയ്യും, അതും അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്ത് വാങ്ങിച്ചാൽ പരീക്ഷ എഴുതാനൊക്കെ, അല്ലാതെ ഓടിപ്പോയി അങ്ങോട്ട് പോയാൽ പറ്റാതെ വരും. അതെ അതെ, സാറ് പറഞ്ഞ തന്നെയാണ് ശരി. സാർ ഈ പറഞ്ഞ ബോർഡിനെയാണ് നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി ടീം എന്ന് പറയാം. അവിടെ സൈക്കാട്രിസ്റ്റ് ഉണ്ടാവും, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, ന്യൂറോളജിസ്റ്റ് ഉണ്ടാവും, ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യൻ ഉണ്ടാവും. അവരടങ്ങുന്ന ഒരു ബോർഡാണ്. അവരാണ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്, താലൂക്ക് ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ ജില്ലാ ആസ്പത്രിയിലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലാണ് ഈ ബോർഡ് ഉണ്ടാവുക, മൾട്ടി ഡിസിപ്ലിനറി ടീം ഉണ്ടാവുക. ആദ്യം ഇതേപോലെ ഒരു ന്യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഗവൺമെന്റ് പീഡിയാട്രീഷ്യനെ നമ്മൾ പോയിട്ട് കാണണം. അവരിങ്ങനെ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ഓട്ടിസം ലൈക്ക് സിംറ്റംസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസബിലിറ്റി ഇവിടെ തോന്നുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇവിടെ പോയിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഈ ബോർഡ് കൊടുക്കുന്ന നമ്മളുടെ ക്യാമ്പ് നടത്തുമ്പോൾ നമ്മൾ അവരെ അറിയിക്കാം. ഇങ്ങനെയാണ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. അത് സാറി പറഞ്ഞതുപോലെ നേരത്തെ ഉണ്ടാക്കി വെക്കണം. കാരണം പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. പെൻഷൻ കിട്ടുന്നുണ്ട്, സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്, ഇതിലുള്ള അമ്മമാർക്ക് അവരെ നോക്കുന്നതിന് ആശ്വാസകരണം ലഭിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ ബസ്സിൽ കൺസെഷൻ ഉണ്ട്, ട്രെയിനിൽ കൺസെഷൻ ഉണ്ട്. ഇനി എവിടെയാണെങ്കിലും ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും, ക്യൂ നിൽക്കേണ്ട സ്ഥലത്ത് വേണം അല്ലെ. അതിനൊക്കെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യായിരുന്നു. നമുക്ക് ഓട്ടിസം ഡേയുമായിട്ട് ബന്ധപ്പെട്ട 2025 തീം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? 2025 ഈ വരുന്ന April 2 2025 ഓട്ടിസം ഡേ നമ്മൾ ആചരിക്കുക. അപ്പോൾ പുതിയ തീം എന്ന് പറയുന്നത് അഡ്വാൻസിംഗ് ന്യൂറോ ഡൈവേഴ്സിറ്റി ആൻഡ് ദ യുഎൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നതാണ് ഇത്തവണത്തെ തീം. അതായത് UN ഒക്കെ നടപ്പിലാക്കുന്ന ഇൻക്ലൂസീവ് സെറ്റപ്പിലുള്ള കാര്യങ്ങൾ, കുട്ടികളെ പിന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ശ്രമങ്ങൾ, അത്തരത്തിലുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഈ കുട്ടികളുടെ ലൈഫിൽ പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം എന്നുള്ളതാണ്, ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഇത്തവണത്തെ തീം എന്ന് പറയുന്നത്. നമ്മളും അത് തന്നെയാണ് ആലോചിക്കേണ്ടത്. എത്രത്തോളം ഈ കുട്ടികളുടെ ലൈഫിൽ പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഇനിയുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് ചിന്തിക്കേണ്ടത്. പക്ഷെ അതേസമയം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പലർക്കും ഓട്ടിസം അറിയാത്തൊരവസ്ഥയുണ്ട്. അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇതൊരു ഡിസോർഡർ ആണ്, ഡിസീസ് അല്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ. യെസ് മാം, വളരെ ഇൻഫോർമേറ്റീവ് ആണ്. താങ്ക്സ് ഫോർ യുവർ ഡിസ്കസ്. ശരി എന്നാൽ ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.